വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ അതിവ്യ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ ഞങ്ങൾ എന്തുള്ളൂ? കർത്താവേ, നീചപാപികളായ ഞങ്ങളെ കർത്താവേ, ഞങ്ങളെ തന്നെ അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. ഒരു പൂജ്യമായിട്ട് കർത്താവ്, ഒരു സീറോ ആയിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താലെ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. കർത്താവ്, അവിടുത്തെ സ്നേഹത്താലെ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണം. അവിടുത്തെ സാന്നിധ്യബോധത്താലെ നിറച്ചാട്ടെ. അവിടുന്ന് കർത്താവെ, അല്പസമയം കർത്താവെ ഞങ്ങളോട് അരുളി ചെയ്യുമ്പോൾ കർത്താവെ, അത് ശ്രദ്ധിച്ച് കേൾക്കുവാൻ കർത്താവെ, അങ്ങേക്ക് ഞങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് കർത്താവെ, അത് അതീവ ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ. കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ശബ്ദം തന്നെ കേൾക്കുവാൻ, അവിടുന്ന് ഞങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെ കേൾക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിനോടത് ഏറ്റെടുക്കുവാൻ, ഞങ്ങളുടെ ജീവിതം രൂപാന്തരം പ്രാപിക്കുവാൻ ഞങ്ങളുടെ ആക്കിയാട്ടെ. കർത്താവെ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയാട്ടെ. അവിടുത്തെ ജീവനാൽ നിറച്ചാട്ടെ, അവിടുത്തെ ആത്മാവിനാൽ നിറച്ചാട്ടെ, അവിടുത്തെ വചനത്താൽ നിറച്ചാട്ടെ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വാക്യപ്രതിവാക്യമായിട്ട് നമ്മൾ അനേക നാളുകളായിട്ട് ഈ അധ്യായങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ അതിന്റെ 7 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ ഒരു 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം കോട്ടേജ് മീറ്റിംഗിൽ മാസത്തില് നമ്മൾ കഴിഞ്ഞ മാസം യോഹന്നാന്റെ സുവിശേഷം 21ന്റെ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടു. നമുക്ക് മിക്കവർക്കും അതിന്റെ കോണ്ടെക്സ്റ്റ്, അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം, സന്ദർഭം നമുക്കറിയാം. ഇവിടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട്, സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 40 ദിവസത്തോളം കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത പേജ് നമ്മൾ മറിക്കുവാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തില് അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാല്, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 37 നാള് എന്ന് പറഞ്ഞാല്, കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഒരു പെസഹ ദിനത്തിലാണെങ്കിൽ അതിനുശേഷമുള്ള 50-ാമത്തെ ദിവസത്തിലാണ്, 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് നാൾ. ആ പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മാവ് വന്നത്. അപ്പം കർത്താവ് പെസഹ നാളില് കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അതിനുശേഷം 3 നാൾ കർത്താവ് കല്ലറക്കുള്ളിൽ കർത്താവിന്റെ ശരീരമായിരിക്കെ തന്നെ കർത്താവ് ഭൂമിയുടെ അധോഭാഗങ്ങളിൽ കർത്താവ് ആത്മാക്കളോട് ചെന്ന് സുവിശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിലൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം കർത്താവ് 3-ാം നാളിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പം കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചില മറിയമാരും ശലോമിയും യോഹന്നയും അങ്ങനെയുള്ള സഹോദരിമാരുടെ പേരുകളും അതുപോലെ കർത്താവിനെ ഭയഭക്തിയോടെ കാത്തിരുന്ന അനേകർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ 40 ദിവസത്തോളം എന്ന് പറയുമ്പോൾ കർത്താവ് പെസഹ നാളില് ക്രൂശിക്കപ്പെട്ടു, 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. പിന്നീട് 37 ദിവസം, 3 37 കൂടെ 40, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോഴാണ് 10 ദിവസമാണ് അവർ കാത്തിരുന്നത്. പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാവിനോട് കാത്തിരുന്നത് 10-ാമത്തെ ദിവസമായിരുന്നു പെന്തക്കോസ്ത് നാളിൽ. ആ പെന്തക്കോസ്ത് നാൾ എന്ന് പറഞ്ഞാൽ അത് പഴയ നിയമത്തിൽ അവർക്കൊരു പെന്തക്കോസ്ത് പെരുന്നാൾ ഉണ്ടായിരുന്നു. പെസഹ കഴിഞ്ഞിട്ട് 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് പെരുന്നാൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ദിവസമാണ് പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടെ അവരുടെ മേല്, ശിഷ്യന്മാരുടെ മേല് വന്നതായിട്ടൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന സന്ദർഭം എന്താ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പായിട്ട് 40ഓളം ദിവസം കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ 40ഓളം ദിവസം, ആദ്യത്തെ ദിവസം തന്നെ 5 കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായത്തില്, യോഹന്നാൻ 20-ാം അധ്യായത്തിലും 50 അധ്യായങ്ങളിൽ ലൂക്കോസ്, മർക്കോസ്, മത്തായി 50 അധ്യായങ്ങളിലൊക്കെ ചേർന്ന് 5 സെറ്റോളം പേർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ട കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഞാൻ പറയുന്നത് എല്ലാം ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ പറയണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അല്ലേ? മനസ്സിലാവുന്നില്ലേ? അപ്പൊ അതായത് കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള കുറച്ച് മരിയമാർക്കും യോഹന്ന ശലോമിക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ മത്തായി 28-ലൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് വരിക, ഇവിടെ പുതിയ പുതിയ സഹോദരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ക്ലയോപ്പാവിനും അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരി, അദ്ദേഹത്തിന്റെ വൈഫ് തന്നെ ആയിരിക്കും. അതായത് എമ്മാവസിലുള്ള 2 ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ഒന്ന് ക്ലയോപ്പാവാണെന്ന് പറയുന്നുണ്ട്. ക്ലയോപ്പാവിന്റെ
യുനോ കൂടെ ഉണ്ടായിരുന്ന ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും, അങ്ങനെ എമ്മൗസിലുള്ള 2 ശിഷ്യന്മാർക്ക്, പിന്നെ ബാക്കി ഉണ്ടായിരുന്ന, അതായത് തോമസും കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്ന ഒരു 10 ശിഷ്യന്മാർക്ക്, അതായത് യൂദാസ് പോയി 12 11 പിന്നെ യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോയി, യുനോ ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി. പിന്നെ 11 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ തോമസ് ഇല്ലാത്ത സമയത്ത് കർത്താവ് ആദ്യത്തെ ദിവസം, അതായത് പുനരുദ്ധാനം ചെയ്ത ദിവസം പ്രത്യക്ഷപ്പെട്ടപ്പം ബാക്കിയുള്ള 10 ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന കാര്യമൊക്കെ യോഹന്നാൻ 20 അധ്യായത്തിലൊക്കെ നമ്മൾ വായിച്ചു. പിന്നെ തോമസും കൂടെ ഉണ്ടായിരുന്നപ്പോൾ തോമസിന് വേണ്ടി എന്ന് വേണം, തോമസിന് വേണ്ടി മാത്രമായിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് പോലെ പ്രത്യക്ഷപ്പെട്ടു. എന്തിനു വേണ്ടി? തോമസിന് വേണ്ടി മാത്രമൊക്കെ പ്രത്യക്ഷപ്പെട്ടെ എന്നുവെച്ചാൽ തോമസ് നല്ല വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ഇവിടെ കേരളത്തിലൊക്കെ വന്ന് സുവിശേഷമൊക്കെ പറഞ്ഞ് പിന്നെ കേരളത്തിലെ അതിന്റെ തലമുറക്കാരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും കർത്താവിന് വെളിച്ചമൊക്കെ കിട്ടത്തുള്ളൂ എന്നുള്ളത് കൊണ്ട്. അപ്പം നമ്മളോടുള്ള സ്നേഹമായിരുന്നു കർത്താവ് അവിടെ തോമസിന് വേണ്ടി പ്രത്യേകമായിട്ട്, തോമസിനെ തോമസിനെ ഡൗട്ടൊന്നും ഇല്ലാത്ത ഫെയ്ത്തുള്ള തോമസ് ആക്കി മാറ്റാൻ വേണ്ടി കർത്താവ് യോഹന്നാൻ 20 അധ്യായത്തിന്റെ 24 മുതലുള്ള ആ വാക്യങ്ങളിൽ തോമസ് എന്ത് ആവശ്യപ്പെട്ടു? തോമസ് പറഞ്ഞു, തോമസ് ഒരു ശിഷ്യന്മാരോടൊരു ഡയലോഗൊക്കെ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ആ വിലാവിൽ എനിക്ക് കൈയിട്ട് നോക്കണം, ആണിപ്പോഴുള്ള കരങ്ങളിലൊന്ന് വിരലിട്ട് നോക്കണം, അങ്ങനെയൊക്കെ ചെയ്താലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതെല്ലാം അതുപോലെ അനുഭവിക്കാൻ തക്കവണ്ണം യേശു കർത്താവ് തോമസിന് പ്രത്യക്ഷപ്പെട്ടതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതിലെ കൂടെ ഒക്കെ കർത്താവിന്റെ ആ ഒരു സ്നേഹം, നമ്മൾ എന്തൊക്കെ ഒരു അവസ്ഥയിൽ ഇരുന്നാലും, നമ്മളൊരു ചതഞ്ഞ ഓടയുടെ അവസ്ഥയിൽ ഇരുന്നാലും, കെടാൻ പോകുന്ന ഒരു തിരിയുടെ അവസ്ഥയിൽ ഇരുന്നാലും ഒക്കെ നമ്മളെ ഇത് കെടാൻ പോകുന്ന തിരിയാ, ഇനിയിപ്പോ ഇതിനെ കൊണ്ട് യൂസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അത് കെടുത്തി കളയുന്ന ഒരു കർത്താവല്ല. കിടുന്ന തിരി കർത്താവ് കെടുത്തി കളയത്തില്ല, തന്നെ ആളി കത്തിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മത്തായി 12 അധ്യായത്തിൽ നിന്നൊക്കെ നമ്മൾ ആ വാക്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ചതഞ്ഞ ഓട, നമ്മൾ പല ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ കൊണ്ട് ഇങ്ങനെ ചതഞ്ഞ ഒരു, ചിലപ്പോൾ മേലധികാരികളൊക്കെ നമ്മളുടെ മേലെ വല്ലാത്ത സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊക്കെ, ചില സ്ത്രീകളെ അവരുടെ PHCയിലെ ഓരോ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേറെ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലെ സമ്മർദ്ദങ്ങളും വേറെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു ചതഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ചതഞ്ഞ ഓടയത് എടുത്ത് ദൂരെ കളയാന്ന് കർത്താവ് അത് വിചാരിക്കാതെ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് അതിനെ സൗഖ്യമാക്കും എന്ന് പറയുന്നത് പോലെ തോമസ് അതുപോലെ ഒരു ചതഞ്ഞ ഓടയുടെ അവസ്ഥയിൽ, കെടാൻ പോകുന്ന ഒരു തിരിയുടെ അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു എന്ന് തോമസിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട കർത്താവിന്റെ സ്നേഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം കർത്താവ് പുനരുദ്ധാനം ചെയ്ത ഒരു ഞായറാഴ്ച, ഈസ്റ്റർ ഞായറാഴ്ച എന്ന് നമ്മൾ പറയാറില്ല, എന്ന് വെച്ചാൽ ഈസ്റ്റർ എന്നുള്ള വാക്ക് അത് ഒരു അന്യ ദേവന്റെ പേരൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറില്ല. എന്ന് കർത്താവ് പുനരുദ്ധാനം ചെയ്ത് AD 30 നിസാൻ മാസം 17-ാം തീയതി ഉണ്ടായിരുന്ന ഒരു ഞായറാഴ്ച കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. നിസാൻ മാസം എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ ജനുവരി മാസം എന്ന് പറയുന്നത് പോലെ അവരുടെ മാസത്തിലെ ആദ്യത്തെ മാസമാണ് അബീബ് മാസം അല്ലെങ്കിൽ നിസാൻ മാസം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാർച്ച് ഏപ്രിൽ കാലഘട്ടമാണ് നിസാൻ മാസം എന്ന് പറയുന്നത്. അപ്പം ആ നിസാൻ മാസം 17-ാം തീയതി കർത്താവ് ഉയർത്തെഴുന്നേറ്റു, കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം പിന്നെ 8-ാമത്തെ ദിവസം പിന്നെ തോമസിന് മാത്രം എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അതിനുശേഷം കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ശിഷ്യന്മാർക്ക് ആകെ ഒരു അവർക്ക് കർത്താവ് ആദ്യം തന്നെ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ അവർക്ക് ഊതി നൽകിയതായിട്ടൊക്കെ നമ്മൾ 20 അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അതൊരു നിലനിൽക്കുന്ന ഒരു സന്തോഷമായിട്ട് അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരത്തക്കവണ്ണം കർത്താവ് മഹത്വപ്പെട്ടിരുന്നില്ല. ആ സമയത്ത് മഹത്വപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളിലേക്ക്, അതായത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അയക്കുന്നത് കർത്താവ് തേജസ്കരിക്കപ്പെട്ടതിന് ശേഷമാണ്, സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം. അപ്പൊ അതുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയൊരു ശക്തീകരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അവർക്ക് പല നിരാശകളും കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ പലപ്പോഴും വേണ്ടവണ്ണം പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തപ്പോൾ പലപ്പോഴും നമുക്കൊരു നിരാശയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പം ഇനിയിപ്പോൾ ഈ എന്തോതിനായി വിശ്വാസം വലിയ ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നു, ഞാൻ ഇപ്പം പഴയതുപോലെയൊക്കെ അങ്ങ് ആയിപ്പോവാം, പഴയതുപോലെ നമ്മുടെ സ്വന്തം വഴികളിലേക്കൊക്കെ അങ്ങ് പോകാം എന്ന് പറയുന്നത് പോലെ പൗത്രോസ് പറയുന്ന ഒരു രംഗമാണ് നമ്മളിപ്പം യോഹന്നാൻ 21-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ തന്നെ അതിന്റെ ശേഷം അതായത് യോഹന്നാൻ 21-ന്റെ 1-ാമത്തെ വാക്യം, യേശു പിന്നെയും തബരിയാസ് കരയ്ക്ക് വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. അവിടെ 2-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ശിമോൻ പത്രോസും ദിദിമോസും തോമസ്, അങ്ങനെ ഒരു 7 പേരുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. 7 പേരെല്ലാം കൂടെ അവരെ എന്തിനു പോയി? ഐ എം ഗോയിങ് ഫിഷിങ്, ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുക. ഐ എം ഗോയിങ് ടു ഫിഷ് എന്നല്ല പറയുന്നത്, ഐ എം ഗോയിങ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി പഴയ ഏർപ്പാടിലേക്ക് പോവുക. ഇതിന് അപ്പോസ്തല പ്രവൃത്തിയൊന്നും, വലിയ അപ്പോസ്തലിന്റെ ശുശ്രൂഷയും കാര്യങ്ങളൊന്നും, ഇനിയിപ്പം വലിയ ശുശ്രൂഷയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളെ കൊണ്ട് ഈ പറയുന്ന തരത്തിലുള്ള യേശു പറയുന്ന തരത്തിലുള്ള വലിയ
വലിയ വലിയ നിലവാരത്തിൽ ജീവിക്കുവാനോ അതുപോലെ ധൈര്യമായിട്ട് കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാനോ ഒന്നും ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരു ധൈര്യമോ കാര്യങ്ങളൊന്നും ഇല്ല. അവരിങ്ങനെ അടച്ചിട്ട് കതവിനുള്ളിലായിരുന്നു. 2 പ്രാവശ്യം കർത്താവിന് മുമ്പ് പ്രത്യക്ഷപ്പെടുമ്പം അവർ ദ ഡോർസ് വേ ഷട്ട് എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. എവിടേക്കാ വായിക്കുന്നേ? നമ്മളവിടെ യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഡോർസ് വേ ഷട്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വാതിലുകൾ അടച്ചിരിക്കെ 19-ാമത്തെ വാക്യം. പിന്നെ താഴോട്ട് തോമസിന് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന സമയത്തും അപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ഡോർസ് വേ എഗെയിൻ ഷട്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ 26-ാമത്തെ വാക്യത്തിലും വായിക്കുന്നത്. യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലും വാതിൽ അടച്ചിരിക്കെ. അപ്പൊ അതുപോലെ വാതിൽ തുറക്കാൻ തന്നെ ധൈര്യമില്ലാതെ ബാക്കിയുള്ള യഹൂദന്മാരെ എല്ലാം പേടിച്ച്, ഇവര് യഹൂദന്മാരായിരുന്നു, എന്നാൽ ഇവര് ക്രിസ്തു ശിഷ്യരായി മാറി. എന്നാൽ ബാക്കിയുള്ള യഹൂദന്മാരെയൊക്കെ പേടിച്ച് അവര് എങ്ങനെ അവരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കും എന്ന് പറഞ്ഞ് അവർക്ക് വല്ലാത്തൊരു ഭയവും പേടിയും അരക്ഷിതാബോധവും അപകർഷതാബോധവും ഒക്കെ ആയിരുന്നു. വളരെ അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ലോ സെൽഫ് എസ്റ്റീം എന്നൊക്കെ ഞങ്ങൾ ഓരോ പേരുകൾ ഇട്ട് വിളിക്കുന്ന സൈക്കാട്രിയിൽ ഒരു ടേംസ് ഒക്കെ ആയിരുന്നു അവരെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ടേംസ് എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു നിറവ് നമ്മൾ അനുഭവിക്കാത്ത സമയത്ത് നമ്മളെയും ഈ ശൂന്യതാബോധവും അപകർഷതാബോധവും ആ ഒരു ഭയവും ഭീരുത്വവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അലട്ടാം. അപ്പൊ അങ്ങനെയുള്ള സമയത്തും വീണ്ടും നമ്മളെ തേടി വരുന്ന ഒരു കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഞങ്ങളിനി മീൻ പിടിക്കാൻ പോവാന്ന് പത്രോസ് ചായൻ പറഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ പത്രോസ് ചായന് അത്രയും ധൈര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഈ പത്രോസിന് അത്ര വലിയ പത്രാസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പം കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരും കൂടെ കൂടി. പത്രോസിനാണ് ചാവിയൊക്കെ ഏൽപ്പിച്ചത്, സ്വർഗ്ഗരാജ്യത്തിന്റെ ചാവിയൊക്കെ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മത്തായി 16-ാം അധ്യായത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന്. പത്രോസ് തന്നെ ഇങ്ങനെ ആണെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യം പിന്നെ പോക്കാം, അതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്ന് കൂടിക്കളയാന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ എന്തായാലും നമുക്ക് എന്തറിയത്തില്ല, നമുക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള ധൈര്യമൊന്നും ഇല്ലെങ്കിലും കർത്താവിനെ കുറിച്ച് യേശുവിനെ കുറിച്ച് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്തറിയാം, മീൻ പിടിക്കാൻ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് വലിയ ഇവർ മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ പോയിട്ട് എന്തോ കിട്ടി, ഒന്നും കിട്ടിയില്ല. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. രാപകലില്ലാതെ അധ്വാനിച്ച് നമ്മളെ കഴിഞ്ഞ ആഴ്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അവര് ഒരുപക്ഷെ ഒരു സന്ധ്യയ്ക്ക് ഒരു 6 മണിക്ക് മീൻ പിടിക്കാൻ ഇറങ്ങിയെങ്കിൽ രാത്രി മുഴുവൻ അധ്വാനിച്ച് അവരുടെ സ്വയത്തിലുള്ള ഒരു കോൺഫിഡൻസ്, അവരുടെ ഒരു സ്വയത്തിലുള്ള ഒരു ശക്തിയുടെ ഒരു നെല്ലിപ്പലക വരെ എത്താൻ ദൈവം അനുവദിച്ചു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. നമ്മൾ കർത്താവിന്റെ ഓരോ അത്ഭുതങ്ങളിലും നമ്മൾ അതേ കാര്യങ്ങൾ തന്നെ കാണുന്നത്. ആ ഒരു നമ്മളുടേതായിട്ടുള്ളൊരു സ്വയശക്തിയുണ്ട് നമുക്ക്, നമ്മളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ്. എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും. നമ്മുടെ ഒരു ഈഗോ, ഞാൻ ആരാ മോനെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു നമ്മൾ പുറമെ പറയത്തില്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും ഉള്ളിലൊരു ഞാനുണ്ട്, ഒരു അഹംഭാവം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എന്നുള്ളൊരു ഭാവം. അത് നമ്മളുടെ ഉള്ളതാണ്. നമ്മളുടെ മനുഷ്യരിൽ സ്വതവേ നമ്മൾ കൊച്ചു കുഞ്ഞായിരിക്കും മുതലേ അത് വളർന്നു വന്ന് അങ്ങനെ ഒരു അഹംഭാവം ഉള്ളതാണ്. അത് തന്നെ പരിപോഷിക്കാനായിട്ട്, അഹംഭാവം പരിപോഷിപ്പിക്കാനായിട്ട് പല സാഹചര്യങ്ങളും പല വ്യക്തികളും ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ നമ്മളുടെ ഒരു ഈഗോ, നമ്മളുടെ ഞാൻ എന്നുള്ളൊരു ഭാവത്തെ ദൈവത്തിന് യഥാർത്ഥത്തിൽ ഒന്ന് തകർത്താൽ മാത്രമേ ദൈവത്തിന് തന്നെ വെളിപ്പെടുത്താനൊക്കെ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് സംസാരിക്കുമായിരുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുള്ള ചെറുപ്പക്കാരൻ. ക്രിസ്തീയ കുടുംബം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും വിശ്വാസികളാ കുടുംബത്തിൽ, എന്നാൽ ഈ പയ്യൻ മാത്രം വിശ്വാസത്തിലൊക്കെ അതുപോലെയൊക്കെ ഭക്തിയുടെ കുടുംബത്തിലൊക്കെ വളർന്നു വന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ഇട്ടുപോയിട്ട് ഇതൊക്കെ വെറും അതാണ്, ഇത് യഥാർത്ഥത്തിൽ ഇത് എന്താ ഉണ്ടെന്ന്, ഇത് യേശു ഉണ്ടെന്നുള്ളതിന് എന്തോ തെളിവ് എന്താണ്, യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടെന്നതിന് തെളിവ് എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് യുക്തിവാദവും അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടന്ന് ഉഴലുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പം ആ ചെറുപ്പക്കാരനോട് ഞാൻ അങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ പുള്ളിക്കാരൻ ചോദിക്കൊക്കെല്ലാം ഉത്തരവൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൊന്നും പറയാനൊന്നുമില്ല, വീടിനടുത്ത് കിടന്ന് ഉരുളുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഞാൻ പറഞ്ഞു, മോനെ യഥാർത്ഥത്തിൽ നമ്മളിനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ജ്ഞാനികൾക്കും വിവേകികൾക്കും എല്ലാം ഇതിന് മറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ശിശുക്കൾക്ക് മാത്രം ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഞാനല്ല പറഞ്ഞ്. മത്തായി 11-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്. എന്താ? മാത്യു 11:25 ജീസസ് പറഞ്ഞ്, ഐ പ്രൈസ് യുവർ ഫാദർ ബിക്കോസ് യു ഹാവ് ഹിഡൻ ദീസ് തിങ്സ് ഫ്രം ദ വൈസ് ആൻഡ് ദ പ്രൂഡന്റ് ആൻഡ് ഹാവ് റിവീൽഡ് ദം അൺടു ബേബ്സ്. ശിശുക്കൾക്ക്, കൊച്ചു പിള്ളേർക്ക് ആണ് കർത്താവിന്റെ സത്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ വെളിപ്പെടുത്തി തരുന്നത്. കൊച്ചു പിള്ളേർക്ക് എന്ന് പറയുമ്പം ആ ഒരു ശിശു ഹൃദയത്തോടെ നമ്മളൊരു താഴ്മയിലേക്ക് വന്നാൽ മാത്രമേ, ഒരു നുറുക്കത്തിലേക്ക്, ഒരു തകർച്ചയിലേക്ക് വന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ തന്നെ വെളിപ്പെടുത്താനൊക്കെ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഈ ഒരു പോർഷനിലെല്ലാം നമ്മളിപ്പം കർത്താവിന്റെ അത്ഭുതങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പം കാനായിലെ കല്യാണത്തിന് എന്താ, അവിടെ
വീഞ്ഞൊക്കെ എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനിയിപ്പം ദൈവമൊന്നും ഇല്ലെങ്കിലും സാരമില്ല, ഇതിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകും എന്ന് പറഞ്ഞ് അവസാനം ഒന്നും ഇല്ലാതായപ്പോഴും അയ്യോ വീഞ്ഞെല്ലാം തീർന്നു പോയി, ഇനിയിപ്പോൾ ആപ്പാട് നാറ്റക്കേസ് ആവും, ഇനിയിപ്പോൾ എവിടെ ചെന്ന് ഓർഡർ ചെയ്യും, എല്ലാം കാര്യങ്ങളൊക്കെ അതിഥികളൊക്കെ വന്നിരിക്കുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നത്. അവരുടെ ആ ഒരു സ്വയശക്തിയുടെ ഒരു നെല്ലിപ്പലകയിൽ എത്തുമ്പോഴാണ്, നെല്ലിപ്പലക എന്ന് പറഞ്ഞാൽ എന്താ, റോക്ക് ബോട്ടം എന്ന് പറഞ്ഞാൽ പണ്ട് കിണറ്റിലൊക്കെ നെല്ലിപ്പലക ഉണ്ടെന്നൊക്കെ പറയാൻ വെച്ചാൽ അതിന്റെ റോക്ക് ബോട്ടം വെച്ചാൽ ഏറ്റവും ഏറ്റവും അടി ഭാഗം അത്രയേ ഉള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ സീറോ ലെവലിൽ എത്തുമ്പോൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നെല്ലിപ്പലക നെല്ലിപ്പലക എന്ന് പറയുമ്പോൾ കൊച്ചു പിള്ളേർക്ക് എന്ത് ചെയ്യും, നെല്ലിപ്പലക അല്ലെ നെല്ലിക്കയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നൊക്കെ തോന്നുമായിരിക്കും. ഈ കൊച്ചു പിള്ളേർ പോയിട്ട് വലിയ ആൾക്കാർക്കും അറിയത്തില്ലായിരിക്കും എന്ത് നെല്ലിപ്പലക എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ അതിന്റെ ഒരു റോക്ക് ബോട്ടം, നമ്മളുടെ ആ ഒരു നമ്മളുടെ ഒരു സ്വന്തം എന്നെ കൊണ്ട് പറ്റും എന്നുള്ളതിന്റെ ആ ഒരു കോൺഫിഡൻസിന്റെ ഒരു സീറോ ലെവലിൽ എത്തിയാലേ യഥാർത്ഥത്തിൽ കർത്താവിന് തന്നെ നമുക്ക് വെളിപ്പെടുത്താനും നമ്മളെ സഹായിക്കാനും ഒക്കെ ഉള്ളൂ. ഇവിടെ ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്തും സഹോദരിമാർക്കെല്ലാം അറിയാം കർത്താവ് എന്തായാലും വന്ന് സൗഖ്യമാക്കും. അവസാനം പിന്നെ അങ്ങ് മരിച്ചുപോയി. മരിച്ചവരെ ഫ്യൂണറൽ സെറമണിയുടെ സമയത്തും അവര് വിചാരിച്ചാണ് ഇപ്പൊ വന്ന് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുമായിരിക്കും. എന്ന് വെച്ചാൽ നയനിലെ വിധവയുടെ മകനെയൊക്കെ കർത്താവ് ഫ്യൂണറൽ പ്രൊസഷന്റെ സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചു. പിന്നെ അടക്കവും കഴിഞ്ഞു, 1 ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, 4-ാം ദിവസമായി. അപ്പൊ ഇനിയിപ്പോ സാരമില്ല, ദൈവത്തിന്റെ ഹിതം അങ്ങനെ ആയിരിക്കും. ഞങ്ങളിങ്ങനെ ആ ഒരു ദുഃഖത്തിന്റെ ആ തീവ്രതയിൽ അവര് നെല്ലിപ്പലകയിൽ എത്തിയപ്പം അവര് വീണ്ടും ആ സീറോ ലെവലിൽ എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് കർത്താവ് പ്രത്യക്ഷനായി. കർത്താവ് അവര് ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി കർത്താവ് കാത്തിരുന്നു എന്ന വണ്ണം കർത്താവ് ആ സമയത്ത് ദൈവത്തിൻ്റെതായ ഒരു കൃത്യതയുടെ സമയത്ത് ഹി മേക്സ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ എസ് ടൈം. ആൻഡ് വാട്ട് ഈസ് ഹിസ് ടൈം എന്ന് ചോദിച്ചാൽ ദ ടൈം വെൻ വി ബിക്കം സീറോ ബിഫോർ ഹിം, വെൻ വി ഹംബിൾ ബിഫോർ ഹിം. നമ്മളെ താഴ്മയോട് നമ്മൾക്കായിട്ട് കർത്താവേ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ലെവലിൽ അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉള്ള ലെവലിൽ അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ് എന്ന് യേശു എവിടെ പറഞ്ഞേ? യോഹന്നാന്റെ സുവിശേഷം 15:5. ജോൺ 15:5 കർത്താവ് പറഞ്ഞ് അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. ഇപ്പൊ ആ ഒരു ലെവലിൽ ഇപ്പം പരീക്ഷയ്ക്ക് മലയാളം പഠിക്കാൻ അർത്ഥിച്ചിരിക്കുന്നു. അർത്ഥത്തിലേക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്ട് എന്ന് പറഞ്ഞാൽ മലയാളമാണ്. ബാക്കി എല്ലാ കാര്യത്തിനും എന്നെ കൊണ്ട് പറ്റും, പക്ഷെ മലയാളം പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എപ്പോഴാണ് ജീസസ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ കാര്യത്തിലും നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എൻട്രൻസ് പ്രിപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളോ പ്രോജക്റ്റുകളോ വലിയ വലിയ സെമസ്റ്റർ എക്സാംസോ കാര്യങ്ങളോ ആയിരിക്കാം. പക്ഷേ കർത്താവേ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളൊരു നിലയിലേക്ക് നമ്മളെ തന്നെ ഹംബിൾ ചെയ്യുവാണെങ്കിൽ the earlier the better, the earlier we realize that the better it is എന്നുള്ളതാണ്. വെച്ചാൽ അങ്ങനെ ആവുമ്പോഴേ അപ്പൊ ഞാൻ ആ പയ്യനോട് അതിനോട് പറയുമായിരുന്നു, ഇങ്ങനെയൊക്കെ നടന്നു, കുറച്ച് കഴിയുമ്പോൾ കർത്താവിന് അടി കൊള്ളും. അപ്പൊ ഞാൻ വളരെ തമാശ രൂപേണ അടി കൊള്ളും. അപ്പൊ അവർ ക്രൈസിസ് വരുമ്പോൾ കർത്താവിന് മാത്രമേ യഥാർത്ഥത്തിൽ ആശ്വാസം കിട്ടാനൊക്കെയുള്ളൂ. ഇപ്പം വലിയ വലിയ കാര്യങ്ങളൊക്കെ, വലിയ യുക്തിവാദവും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ തെളിവ് ഇതാന്നൊക്കെ ധാർഷ്ട്യത്തോടെ ചോദിക്കും. പിന്നെ യഥാർത്ഥത്തിൽ ഒരു തകർച്ച വരുമ്പോഴേ യഥാർത്ഥത്തിൽ കർത്താവിനെ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ആശ്വാസം തരാനൊക്കെ ഉള്ളൂ. അതുവരെ നമ്മളുടെ ബുദ്ധിയിലും എനിക്ക് അതറിയാം ഇതറിയാം ദൈവത്തെക്കാട്ട് ഞാൻ മിടുക്കനാന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു തകർച്ച വരുമ്പോഴാണ് വെച്ചാൽ ആ പ്രിയ സഹോദരന്റെ ബാക്കി എല്ലാവരും പയ്യന്റെ ബാക്കി വീട്ടിലെല്ലാവരും പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും പിടിക്കും, ഇന്നലേക്ക് നാളെ പിടിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കർത്താവിന് കീഴടങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മള് ദൈവഭാഗ്യം ഒന്ന് നമ്മളെ തന്നെ താഴ്ത്തി, കർത്താവേ എനിക്ക് യഥാർത്ഥത്തില് യഥാർത്ഥത്തിൽ മോൻ പറഞ്ഞു ഞാൻ ദൈവത്തേക്ക് ഒത്തിരി അന്വേഷിച്ചു അങ്കിളെ, എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും ദൈവം എനിക്ക് എന്നെ വെളിപ്പെടുത്തിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിച്ചാൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തുമെന്ന് യെരമ്യാവ് 29:13 വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ അന്വേഷിച്ചു, ദൈവം എനിക്ക് വെളിപ്പെടുത്തില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം ആഗ്രഹിക്കുന്ന ആളവിൽ അന്വേഷിച്ചില്ല, അതുകൊണ്ടാണ് വെളിപ്പെടുത്തി കിട്ടാൻ. അപ്പം അതുകൊണ്ട് അത് അങ്കിളിന് അറിയത്തില്ല ഞാൻ എത്രമാത്രം സിൻസിയറായിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അതിനെയൊന്നും വിധിക്കുക കാര്യങ്ങളൊന്നും അല്ല, ഞാൻ വചനം എടുത്ത് പറയും. ഈ ലോകത്തിലുള്ള എല്ലാവരും ഭോഷ്ക്ക് പറയുന്നവരാണെങ്കിലും ദൈവത്തിന് വചനം മാത്രം ഭോഷ്ക്ക് പറയത്തില്ല. ദൈവത്തിന് വചനം പറയുന്ന പൂർണ്ണതയോടെ നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തുന്ന യെരമ്യാവ് 29:13 എന്താ പറയുന്നത്? ഇഫ് സിഗ് മീ വിത്ത് ഓൾ യുവർ ഹാർട്ട് യു വിൽ ഫൈൻഡ് മീ എന്നാ ഇവിടെ പറയുന്നത്. ജെറമ്യ
2913. ഓ, ഇവിടെ നോട്ട്ബുക്ക്. ആ, അവിടെ ഇന്റേൺഷിപ്പ് എൻട്രൻസ് കോച്ചിങ്ങിന് മാത്രമല്ല നോട്ട്ബുക്ക്. അറിയത്തില്ലായിരുന്നല്ലോ നമ്മുടെ പുതിയ. ഓക്കെ ഓക്കെ, സാരമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പർ അമ്മ തരും, മമ്മി തരും. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇവിടെ പേപ്പറും പേനൊക്കെ ഉണ്ടല്ലോ. ജെറമിയ 29:13. അപ്പൊ നമ്മള് ജോൺ 15:5 അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു. പിന്നെ മാത്യു 12 ആ ഒരു ചതഞ്ഞ ഓട ഒടിച്ച് കളയില്ല എന്നുള്ള വേഴ്സ് ഞാൻ റെഫറൻസ് പറയണോ? എത്ര അതിന്റെ റെഫറൻസ് നമുക്ക് അറിയാമല്ലോ. മത്തായി 12-ാം അധ്യായത്തിൽ നമ്മൾ ഈ വചനത്തിന്റെ റെഫറൻസ് ഒക്കെ നമ്മൾ എഴുതിയിടുന്നു. പിന്നീട് നമ്മൾ ചെന്ന് നമ്മളത് വായിച്ചു നോക്കുകയൊക്കെ ചെയ്യും. മത്തായി 12-ന്റെ അതിന്റെ 19-20 വാക്യങ്ങളില്ല, അതിൽ 20-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ, മലയാളത്തിൽ 19-20. ചതഞ്ഞ ഓട ഒടിച്ച് കളയുകയില്ല, പുകയുന്നതിരി എടുത്തി കളയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മത്തായി 12-ന്റെ 19-20 വാക്യങ്ങളില്ല. അപ്പൊ ആ വാക്യങ്ങളൊക്കെയാ നമ്മളിപ്പം ഇതുവരെ. പിന്നെ മത്തായി 11-25 നമ്മൾ പറഞ്ഞു. ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ ഇത് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 11-25 വാക്യം. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു വെച്ചാൽ, അപ്പം ദൈവം വിടത്തില്ല. ദൈവം നമ്മൾ യഥാർത്ഥത്തിൽ ബാക്കി എല്ലാം ഭോഷ്ക്ക് പറഞ്ഞാലും ദൈവത്തിന്റെ വചനം ഭോഷ്ക്ക് പറയത്തില്ല. അപ്പം നമ്മൾ വേണ്ടവണ്ണം പൂർണ്ണതയോടെ അന്വേഷിച്ചില്ല. ശരിയാ, മോനെ അന്വേഷിച്ച് കാണും, പക്ഷെ എന്നാ പൂർണ്ണതയോടെ അന്വേഷിച്ചില്ല. അതുകൊണ്ടാണ് കണ്ടെത്താൻ. അപ്പം പൂർണ്ണതയോടെ കർത്താവിനോട് അതുപോലെ ആത്മാർത്ഥമായിട്ട്, കർത്താവ് എനിക്ക് അങ്ങനത്തിന് വെളിപ്പെടുത്തി തരണമേ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ഇതിനെ താഴ്ത്തി ദൈവത്തിനെ ഏൽപ്പിച്ച് ദൈവത്തിന്റെ വചനം ഓരോ ദിവസമായിട്ട് പതുക്കെ പതുക്കെ ധ്യാനിച്ച് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നതും ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ ഒക്കുന്നതും കർത്താവിന്റെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ നമുക്കത് യാഥാർത്ഥ്യമായിട്ട് മാറും. അതുവരെ നമ്മളിങ്ങനെ യുക്തിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയൊക്കെ നടക്കും. ദൈവം നല്ല അടി തരുമ്പോൾ പാഠം പഠിച്ചോളൂ. അപ്പം നല്ല അടി കിട്ടുന്നതിന് മുമ്പേ ചെറിയ അടിയിലേ ഇപ്പോഴേ പാഠം പഠിക്കുവാണെങ്കിൽ ഏർലിയർ ദ ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പയ്യനെ സ്നേഹത്തോടെ മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അവിടെ ഈ പത്രോസും ബാക്കിയുള്ള ശിഷ്യന്മാരും ഒക്കെ അവരുടെ ആ ഒരു സ്വയശക്തിയുടെ, നമ്മുടെ എല്ലാവരുടെയും ഒരു എന്തുണ്ട്, ഒരു ഈഗോ, ഞാൻ എന്നുള്ള ഒരു, അത് നമ്മുടെ ഞാൻ എന്നുള്ള ആ ഭാവം, ആ സെൽഫ് വിൽ അല്ലെങ്കിൽ സ്വന്തം ഹിതം, ജഡം എന്നൊക്കെ ബൈബിളിൽ പറയുന്ന കാര്യം ഇത് തന്നെ. ജഡമെന്നോ സ്വന്തം ഹിതമെന്നോ സെൽഫ് വില്ലെന്നോ ഞാൻ എന്നുള്ള ഭാവം, ഈഗോ, അഹംഭാവം, അഹങ്കാരം എന്നൊക്കെ പറയുന്നത്, അതൊന്നും ഉടയ്ക്കാൻ വേണ്ടിയാണ് കർത്താവ് കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഏത് ഒരാളുടെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ സാക്ഷ്യവും ഒക്കെ പറയുമായിരുന്നു, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച കൊണ്ടുവരുമ്പോഴേ യഥാർത്ഥത്തിൽ നമുക്ക് കർത്താവിനെ വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. ഈവൻ ശൗല് പൗലോസ് ആകുമ്പോഴും അവിടെ ഒരു വീഴ്ച ഉണ്ടായിരുന്നു. വലിയ കാര്യത്തിൽ ശൗല് ഞാൻ വലിയ തീക്ഷ്ണനായ യഹൂദനാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനികളൊക്കെ പീഡിപ്പിച്ചുകൊണ്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് സ്തെഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് സ്തെഫാനോസിന്റെ ആ ഒരു ഹൃദയം നിറഞ്ഞുള്ള പിതാവിനെ നോക്കിയുള്ള സ്നേഹത്തിന്റെ പ്രാർത്ഥന, ഇവരുടെ ആ പാപം കണക്കിടരുതേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ കേട്ട് അതിനു മുമ്പേ ശൗലിന്റെ ഹൃദയത്തിൽ വലിയ മനസാക്ഷിക്കുത്തം ഉണ്ടായിരുന്നിരിക്കുന്ന ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കും മനസാക്ഷിക്കുത്തങ്ങ് വല്ലാതെ മുള്ളിനെതിരായിട്ട് ഉതയ്ക്കാൻ നിനക്ക് പറ്റത്തില്ല. യു കനോട്ട് കിക്ക് അഗൈൻസ്റ്റ് ദ ഗോഡ്സ് എന്നൊക്കെ പിന്നീട് കർത്താവ് അവനോട് പ്രത്യക്ഷപ്പെടുമ്പോൾ ചോദിക്കുന്ന കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പം ആ മനസാക്ഷിക്കുത്തം എല്ലാം ഇങ്ങനെ നീർപ്പുകയുന്ന മനസാക്ഷിക്കുത്ത് പിന്നെ അവനങ്ങ് സ്പീഡിൽ പോവുകയാണ് ക്രിസ്ത്യാനികൾക്കെതിരെ. എന്നാൽ അവന് ഡമാസ്കസിലേക്കുള്ള പതിവാതികൾക്ക് എന്ത് ചെയ്തു? അവൻ വീണു, കുതിരപ്പുറത്ത് നിന്ന് വീണു. വലിയ കാര്യത്തിൽ ഞാൻ വലിയ ശക്തനാണെന്ന് പറഞ്ഞിരിക്കുമ്പോഴേ പെട്ടെന്ന് നമുക്കൊരു വീഴ്ച ഉണ്ടാകുന്നേ. അപ്പൊ ആ വീഴ്ച, അത് ശരിക്കും പറഞ്ഞാൽ ആ വീഴ്ചയിൽ അവൻ ഒന്നുകൂടെ അവന്റെ സ്വയം പോലെ ബാക്കി എല്ലാവരുടെ മുമ്പിൽ നമ്മളൊന്ന് വീഴുന്നത് അത്ര നമ്മളെന്തെങ്കിലും വീഴുവാണെങ്കിൽ നമ്മൾ ആരെങ്കിലും കാണുന്നതിന് പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കും അല്ലേ? എന്ന് വെച്ചാൽ അത് വീണ് കിടക്കുന്ന അത്ര ഒരു ഭംഗിയുള്ള ഒരു ഇതൊരു ആശാവഹമായ കാര്യമല്ല. അപ്പൊ അവന്റെ ആ ഒരു വീഴ്ചയിൽ വീണ്ടും അവന് അത്രയും കൂടി ഒരു തകർച്ച ഉണ്ടായപ്പോഴത്തേക്കും അവന് ആ ഒരു തകർച്ചയിലാണ് യഥാർത്ഥത്തിൽ യേശുവിനെ അവന് വെളിപ്പെട്ട് കിട്ടിയത്. അതിനുശേഷവും അവന്റെ ജീവിതത്തിൽ പൗലോസായ ശൗലിന്റെ ജീവിതത്തിൽ പിന്നെയും അങ്ങ് ആ സ്വയത്തിന്റെ തകർച്ചയിലായിരുന്നു അവന് യേശുവിനെ അധികമായിട്ട് വെളിപ്പെട്ട്, അതുപോലെ വെളിപ്പാടുകളുടെ വലിയ ആധിക്യം ഒക്കെ വന്ന് അത് കഴിഞ്ഞിട്ടും വെളിപ്പാടുകളുടെ വലിയ ആധിക്യം നിമിത്തം താൻ നിഗളിച്ച് പോകാതിരിക്കാൻ വേണ്ടി ദൈവം ജഡത്തിലൊരു ചൂലും കൂടെ നൽകിയ കാര്യമൊക്കെ ഇതേ പൗലോസ് ഇവിടെ പറയുന്നേ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലേ? ടോൺ ഇൻ ദ ഫ്ലഷ്, ജഡത്തിലൊരു ചൂലം നൽകി, ഇതിനു വേണ്ടി ഞാൻ ഹമ്പിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ദൈവത്തിന് നമ്മളോടുള്ള പ്രവൃത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്വയശക്തി, നമ്മളുടെ നിഗളം അതെല്ലാം ഒന്ന് അടിച്ച് നിലംപരിച്ചാക്കുക. എങ്കിലേ കർത്താവിന്റെ ദൈവത്തിന് യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ വെളിപ്പെടുത്താനൊക്കെ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും രോഗാവസ്ഥകളും പല ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം എന്താ? ബേസിക് ആയിട്ടുള്ള കാരണം നമ്മൾ അതിലൂടെയൊക്കെ ഒരു തകർച്ച അനുഭവിച്ച് കർത്താവിന്റെ ജീവനാൽ നിറയപ്പെട്ട് കർത്താവിനോടുള്ള അധികം ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് കർത്താവിനെ പോലെ നമ്മൾ അധികമായിട്ട് ആയിത്തീരണം. അതാണ് കർത്താവിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ആ പരാജയങ്ങൾ. അപ്പൊ അങ്ങനെ ഇവര് ഇത്രയും ഒന്നും പിടിക്കാൻ കിട്ടാതെ, ഒന്നും ഒരു മീൻ പോലും കിട്ടാതിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ എന്ന് വന്ന് സ്നേഹത്തോടെ ആരാ വിളിക്കുന്നത് ഇവിടെ?
കർത്താവ് എന്ന് വിളിക്കുന്നു അല്ലേ. എൻ്റെ 5-ാമത്തെ വകുതിൽ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? കർത്താവ് ഇത് ചൊറിയാൻ ചോദിക്കുവാണെന്ന് നമുക്ക് തോന്നുന്നു. കർത്താവിൻ്റെ അറിയത്തില്ലേ എന്തെങ്കിലും കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് കരയിൽ നിന്നുകൊണ്ട് കർത്താവ് ചോദിക്കുക. പക്ഷെ കർത്താവ് അവിടെ അവരുടെ ആ ഒരു അവസ്ഥയിൽ അവര് കർത്താവിനെ അംഗീകരിക്കണം. അവരുടെ ആ നീഡ്, അവരുടെ ഇല്ലായ്മ അംഗീകരിക്കണം. ഒരുപക്ഷെ ഈ മുക്കുവന്മാരൊക്കെ കടലിൽ പോയിട്ട് തിരിച്ച് കരയിലോട്ട് അടുക്കുന്ന സമയത്ത് ആ കരയിൽ നിന്ന് ആൾക്കാർ ഈ മീൻ വാങ്ങാൻ വരുന്നവർ ചോദിക്കും. എന്താ ചോദിക്കുന്നത്? മീൻ വാങ്ങാൻ വരുന്നവർ എന്താ ചോദിക്കുന്നത്? കൂട്ടാൻ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും കിട്ടിയോ? നത്തൂലിയെ കിട്ടിയുള്ളൂ? അതോ മറ്റേ ചെങ്കലുവയും അയിലയും മത്തിയും സ്രാവും ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളവരെ അങ്ങനെ എന്തായാലും ആരോ ചോദിക്കുന്നു. അപ്പൊ അവര് ഇല്ല എന്ന് പറഞ്ഞ് അവർ ഉത്തരം പറയുന്ന കാര്യവും കർത്താവ് അത് റൈറ്റ് സൈഡിലേക്ക് ഇടാൻ വടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവര് വലതും ഇടത്തും കീഴിലും മേലെ എല്ലാം വല വീശിയതായിരുന്നു. അത്രയും നേരം ഒന്നും കിട്ടിയില്ല. എന്നാൽ ഇത് കർത്താവിന്റെ വാക്കിൽ വല ഇറക്കിയപ്പോൾ അവിടെ വലിയ പെരുത്ത മീൻകൂട്ടമായിരുന്നു. കഴിഞ്ഞിട്ട് വലിയ 153 വലിയ മീനായിരുന്നു എന്നൊക്കെ 11-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എന്നാലും അത് വല കീറിപ്പോയില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ മീൻ കിട്ടിയപ്പോഴത്തേക്കും ഇത് സ്രാവാണെന്നോ ഇത് എന്താ എന്ന് ചേമീനാണെന്നോ ഇതൊക്കെ വലിയ വലിയ മീൻ്റെ കരിമീനാണെന്നോ ഒന്നും ആര് പറഞ്ഞില്ല? യോഹന്നാൻ പറഞ്ഞില്ല. പെട്ടെന്ന് യോഹന്നാൻ എവിടെയും ആരെയാ കണ്ടത്? ഇത് കർത്താവാകുന്ന 7-ാമത്തെ വാക്യം നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുമ്പം ആ മിറക്കിൾസ് കർത്താവിൻ്റെ ഉത്തരത്തിൽ അങ്ങ് മതിമറന്നു പോകാതെ അവിടെ അതിൻ്റെ പിന്നിലുള്ള കർത്താവിൻ്റെ കരം കാണുന്ന ആ ഒരു യോഹന്നാനെ നമ്മളവിടെ കാണുന്ന യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു, ഇത് ഇന്ന മീനാകുന്നു, ആ മീനാകുന്നു, ഈ മീനാകുന്നു എന്നുള്ളതല്ല. എന്നാൽ ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്തും ഇത് കർത്താവാകുന്നു എന്ന് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വലിയ കാര്യം. ഓഫ് കോഴ്സ് പെന്തക്കോസ്ത് നാളിന് ശേഷമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രകാശനത്താൽ അവരത് പറഞ്ഞേനെ. ഇത് ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്തും ഇതും കർത്താവാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം ചില എക്സാംസിനൊക്കെ നമ്മൾ വേണ്ടത്ര മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചില ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചത് നടക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യത്തിലും അതും കർത്താവാകുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാത്ത ഉത്തരങ്ങൾ, അൺആൻസേർഡ് പ്രേയേഴ്സിലും ലോർഡ് ഇറ്റ് ഈസ് ദ ലോർഡ്, ഇറ്റ് ഈസ് യു ഹു ഹസ് നോട്ട് ആൻസേർഡ് മീ. അവിടുന്ന് തന്നെയാണ്, അവിടുത്തെ കരം തന്നെയാണ് കർത്താവെ ഈ കാര്യത്തിലൊക്കെ ഞാൻ അനുഭവിക്കുന്നതിൻ്റെ അവിടുന്ന് അനുവദിച്ചതാണ്, അവിടുന്നാണ്, ഇവിടെയും അവിടുത്തെ കരമാണെന്നുള്ളൊരു കാര്യം അംഗീകരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ളൊരു ആഴത്തിലുള്ളൊരു ശിഷ്യത്വം. അറ്റ്ലീസ്റ്റ് ഇത് കിട്ടിയപ്പോൾ എങ്കിലും യോഹന്നാനെ തിരിച്ചറിയാൻ കഴിഞ്ഞു അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് അവൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. അതായത് മേൽവസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ചാണ് മീൻ പിടിക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മേൽവസ്ത്രങ്ങളും കൂടി ഇട്ട് അവന് ഇവരെല്ലാം കൂടെ എന്തായാലും കരയിലോട്ട് അടുപ്പിക്കാൻ പോവുക വെള്ളം. പക്ഷെ എല്ലാവർക്കും മുമ്പേ കർത്താവിനെ ഒന്നുകൂടെ എനിക്ക് പോയിന്ന് കാണണം, കർത്താവിനോടൊരു സമയം ചെലവഴിക്കണം എന്നുള്ള ഒരു പത്രോസിന്റെ ആ ഒരു ആഗ്രഹം നമ്മളവിടെ കാണുന്നത്. അതാ അതിന്റെ 8-ാമത്തെ വാക്യം, ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരമല്ലായികയാൽ, 200 മുഴം എന്ന് പറയുമ്പോൾ ഒരു 100 yards എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു 91 മീറ്ററിന് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ മുഴം ഫർലോങ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് പഴയ ആൾക്കാർക്ക് ജഗപ്പനുള്ള പഴയ ആൾക്കാർക്ക് പഴയ കണക്കുകളൊക്കെ അറിയത്തുള്ളൂ. അപ്പം നമ്മളെപ്പോലുള്ള പുതിയ ജനറേഷന് എത്ര മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ 100 മീറ്റർ റേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ സ്പോർട്സ് മീറ്റ് വരാം 100 മീറ്റർ റേസ്. അപ്പോൾ 100 മീറ്റർ കുറച്ച്, അപ്പോൾ ഒരു ഏകദേശം 91 മീറ്റർ ഒരു 100 yards അല്ലെങ്കിൽ 200 മുഴം എന്ന് പറയുന്നത്. അപ്പോൾ ആ 91 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് നടക്കാനൊക്കെ ഉള്ള ഒരു ദൂരം അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയം എന്നാൽ അതുപോലെ അവന് കാത്തു നിൽക്കാൻ വയ്യാതെ അവന് ആ യേശുവിനുള്ള ഒരു സ്നേഹം തന്റെ ഈ ഒരു അവസ്ഥയിലും എന്നെ തേടി വന്നല്ലോ കർത്താവെ, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് അങ്ങ് വിട്ടുപോയതാ, എങ്കിലും അങ്ങനെ തേടി വന്നല്ലോ എന്നുള്ള ആ ഒരു കർത്താവിന്റെ ആ ഒരു സ്നേഹത്തെ കണ്ട് ശിമോന് അവന് എടുത്തു ചാടി അവൻ കരയിലേക്ക് വന്ന് അവന് കർത്താവിനെ ആദ്യമായിട്ട് വീണ്ടും ബാക്കിയുള്ള ശിഷ്യന്മാരെക്കാട്ടിലും മുമ്പേ കർത്താവിനെ സന്ധിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഇവിടെ കാണുന്ന 9-ാമത്തെ വാക്യം, കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. അവിടെ എന്ത് കണ്ടെന്ന് വെച്ചാൽ തീക്കനൽ കണ്ടു. തീക്കനൽ കണ്ടെന്ന് പറഞ്ഞാൽ ചാർക്കോൾ ഫയർ കണ്ടു എന്നാണ്. അപ്പൊ ഈ തീക്കനലിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു. ഈ യോഹന്നാൻ 21:9 തീക്കനല് ചാർക്കോൾ ഫയർ. ചാർക്കോൾ എന്ന് പറഞ്ഞാൽ അന്ത്രാക്കിയ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ അന്ത്രാക്കിയ എന്നൊരു പദം പിന്നെ പുതിയ നിയമത്തിൽ വേറെ ഒരിടത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എവിടാ? ഇതേ യോഹന്നാൻ 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അവിടെ നമ്മൾ തിരിച്ച് യോഹന്നാൻ 18:18 നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു ചാർക്കോൾ ഫയർ ഉണ്ട്. നമ്മൾ പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് അടിക്കുവാണ്.
അപ്പം പെട്ടെന്ന് ചാർക്കോൾ ഫയർ, എസ്പെഷ്യലി ചാർക്കോൾ ഫയർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ചാർക്കോളിന്റെ പല സ്മെല്ലുണ്ടെന്ന്, നമ്മൾ ഈ ചാർക്കോൾ ഫയർ ഒന്നും നമുക്ക് പരിചയമില്ല. എന്നാൽ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഈ ചാർക്കോൾ ഫയറും കാര്യങ്ങളൊക്കെ അവർ കൽക്കരി വെച്ച് ഈ അതുപോലെയൊക്കെയുള്ള കൽക്കരി വെച്ചൊക്കെയുള്ള തീ, അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല്, അപ്പോൾ ആ സ്മെല്ല് കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് പഴയ വേറെ എവിടെയെങ്കിലും അവർ ചാർക്കോൾ ഫയർ കണ്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ പത്രോസിന്റെ ഓർമ്മ എന്തായാലും എങ്ങോട്ട് പോയി? അയ്യോ, ഇതുപോലൊരു ചാർക്കോൾ ഫയറിന് മുമ്പിലാണ് ഞാൻ കർത്താവിന് തള്ളി പറഞ്ഞത്. അതാണ് നമ്മളവിടെ യോഹന്നാൻ 18:18 എന്ന് ഓർക്കാൻ എളുപ്പമല്ലേ, 18:18 20:20 എന്നൊക്കെ പറഞ്ഞതുപോലെ യോഹന്നാൻ 18:18 എന്താ പറയുന്നത്? അന്ന് കുളിരാകയാൽ ദാസന്മാരും സേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. ഹാവിങ് മെയ്ഡ് ചാർക്കോൾ ഫയർ, കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ആ ഒരു ചാർക്കോൾ ഫയർ എന്നുള്ള വാക്ക് അന്ത്രാക്കിയ എന്നുള്ളൊരു പദമാണ്. അന്ത്രാക്സ് എന്നുള്ളൊരു പദം നമ്മൾ റോമറിലൊക്കെ, റോമർ 12 അധ്യായത്തിലൊക്കെ അവരുടെ മേലെ തീക്കനൽ കുമ്മിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു വാക്യമൊക്കെ റോമർ 12:20 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അന്ത്രാക്കിയ എന്നുള്ള അത് ബേണിംഗ് കോൾ എന്നുള്ള വാക്ക് അവിടെ അന്ത്രാക്സ് എന്നുള്ള പദം. എന്നാൽ അന്ത്രാക്കിയ എന്നുള്ള ഗ്രീക്ക് പദം ഈ രണ്ടിടത്ത് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് രണ്ടും യോഹന്നാൻ, അത് രണ്ടും ഈ പത്രോസിന്റെ കോണ്ടെക്സ്റ്റിൽ, ഒന്ന് തള്ളിപ്പറഞ്ഞ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഒന്ന് കർത്താവ് അവനെ റെസ്റ്റോർ ചെയ്ത് അവനെ യഥാസ്ഥാനപ്പെടുത്തിയ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. അപ്പം നമ്മളുടെ വീഴ്ചയുടെ അതേ തലത്തിലേക്ക് തന്നെ കർത്താവ് കൊണ്ടുവന്ന് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന സ്നേഹത്തിന്റെ ഒരു കർത്താവിനെ നമ്മളവിടെ കാണുന്നത്. അപ്പം അവിടെ നമ്മൾ എന്താ യോഹന്നാൻ 18:18 എന്താ വായിച്ച്? കനലിൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു, പത്രോസ് അവരോട് കൂടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. അവിടെ പത്രോസ് കർത്താവിനെ തള്ളി പറയുന്നതായിട്ടുള്ള കാര്യം നമ്മളവിടെ കാണുന്നത്. എന്നാൽ അവിടെ എത്ര തവണ കർത്താവിനെ തള്ളി പറഞ്ഞു? ഹൗ മെനി ടൈംസ്? 3 times അല്ലേ? 3 തവണ തള്ളി പറഞ്ഞു. അപ്പൊ ഇവിടെ എത്ര തവണ കർത്താവ് പത്രോസിന് തന്നെ ഏറ്റു പറയാൻ വേണ്ടി അവസരം കൊടുത്തു? ഇവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ 21 അധ്യായത്തിന് 15 മുതൽ 17 വരെ, 15, 16, 17 അധ്യായങ്ങളിൽ ഓരോ തവണ കർത്താവിനെ ഏറ്റു പറയുന്നു. ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ, ഇവയിൽ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിന് എന്താ ഈ ചില ആൾക്കാർ എക്കോലീലിയ എന്നൊക്കെ പറയും. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ചില വയസ്സുന്ന ആൾക്കാർക്ക് എൻ്റെ ഇടയ്ക്ക് പേഷ്യൻസ്, അമ്മച്ചിക്ക് വേറെ ഒരു കുഴപ്പമില്ല, ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഡോക്ടറെ എന്ന് പറയാം. അപ്പൊ ഇവിടെ കർത്താവിന് അതുപോലെ, കർത്താവ് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് ചെവിക്ക് കേൾവിക്കുറവുണ്ടോ? എന്താ പിന്നെ ഒരു കാര്യം തന്നെ ചോദിക്കുന്നത്? ഇല്ല, കർത്താവിന് കേൾവിക്കുറവൊന്നുമില്ല. കർത്താവിന് നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും കേൾക്കാൻ ഒക്കുന്നത് കൊണ്ട് കർത്താവ് ആ കാര്യം തന്നെ ആഴത്തിൽ നീ 3 തവണ എന്നെ തള്ളി പറഞ്ഞോ, എനിക്ക് 3 തവണ നിനക്ക് എന്നെ ഏറ്റു പറയാനുള്ളൊരു അവസരം ഞാൻ തരുക. എല്ലാ ശിഷ്യന്മാരുടെയും മുമ്പിൽ വെച്ച് കർത്താവ് അവസരം കൊടുക്കുന്ന ആ ഒരു കർത്താവിന്റെ ആ ഒരു സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ വീഴ്ചകൾ ഉണ്ടായിരിക്കുന്ന ആ അവസരങ്ങളിലേക്ക് തന്നെ അതേപോലുള്ള സാഹചര്യങ്ങളിൽ തന്നെ വീണ്ടും കർത്താവിനെ ഏറ്റുപറയാനും, അതേ പാപത്തെ ജയിക്കുവാനും, അതേ കർത്താവിനെ ഏറ്റുപറയാനും, അതേ കർത്താവിനെ സാക്ഷിക്കുവാനും ഒക്കെ കർത്താവ് നമുക്ക് അവസരങ്ങൾ വീണ്ടും വീണ്ടും തരുന്ന ഒരു സ്നേഹനിധിയായ ഒരു കർത്താവിനെ നമ്മളവിടെ കാണുന്നു. വീണ്ടും വീണ്ടും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, വാസ്തവമായിട്ട് നിനക്ക് എന്നോട് പ്രിയമെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു കർത്താവിനെ നമ്മളവിടെ കാണുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നമ്മൾ ചതഞ്ഞ ഒടിച്ചു കളയാത്ത കർത്താവ്, പുകയുന്ന തിരി കെടുത്തി കളയാത്ത കർത്താവിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. കർത്താവ് നമ്മളുടെ ആ ഒരു സ്വയശക്തിയുടെ നെല്ലിപ്പലകയിലെത്താൻ, റോക്ക് ബോട്ടം, നമ്മളുടെ സെൽഫ് സ്ട്രെങ്ത് ഒക്കെ 0 ആയാലേ കർത്താവിന് തന്നെ വെളിപ്പെടുത്താൻ ഒക്കുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്താ കണ്ടേ? നമ്മളുടെ ആ ഒരു വീഴ്ചകളുടെ, താഴ്ചകളുടെ അവസ്ഥയിൽ വീണ്ടും കർത്താവ് കർത്താവ് നമ്മളെ തേടി വന്ന് കർത്താവിനെ വീണ്ടും നമുക്ക് ഏറ്റുപറയാനും യഥാസ്ഥാനപ്പെടുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നൽകുന്ന ഒരു സ്നേഹനിധിയായ ഒരു കർത്താവ്, കർത്താവിന്റെ ആ ഒരു കൃപ, കർത്താവിന്റെ ഒരു സ്നേഹം, കർത്താവിന്റെ ദയ നമ്മളെ എന്തിലേക്ക് നയിക്കുന്നു? മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് എവിടെ പറയുന്നേ? റോമർ 2 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് എടുക്കാം. റോമർ 2 അധ്യായത്തിൽ നമ്മൾ നീ ഇപ്പം മാനസാന്തരപ്പെട്ടെങ്കിൽ ഇപ്പം നരകത്തിലൂടെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞിട്ടില്ല പത്രോസിനെ മാനസാന്തരപ്പെടുത്തുന്നേ. നമ്മളാണെങ്കിൽ അതുപോലൊക്കെ ആയിരിക്കും ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയൊക്കെ മാനസാന്തരപ്പെടുത്താം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന. കർത്താവ് എന്താ ചെയ്യുന്നേ? റോമർ 2 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്ന് പറയുമ്പോൾ ടോളറൻസ് ആൻഡ് പേഷ്യൻസ്, റിച്ചസ് ഓഫ് ഹിസ് കൈൻഡ്നസ്, ടോളറൻസ് ആൻഡ് പേഷ്യൻസ്, ദീർഘക്ഷാന്തി എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമ തന്നെ. ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം, അതിന്റെ റിച്ച്നെസ് നീ നിരസിക്കുവാണോ എന്നുള്ളൊരു കാര്യം. ദ കൈൻഡ്നസ് ഓഫ് ഗോഡ് ലീഡ്സ് യു ടു റിപ്പൻറ്റൻസ്. ആ ഒരു ദൈവത്തിന്റെ കരുണ നമ്മളുടെ വീഴ്ചയുടെയും തകർച്ചയുടെയൊക്കെ അവസ്ഥയിലും കർത്താവ് വീണ്ടും കരുണാമയനായിട്ട് നമ്മളോട്
പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം, ഇത്ര സ്നേഹനിധിയായിട്ടുള്ള കർത്താവിനെയാണല്ലോ ഞാൻ തള്ളിപ്പറഞ്ഞേ. ഇത്രയും സ്നേഹമുള്ള, ഇത്രയും എന്നെ കരുതുന്നവനായ കർത്താവിനെയാണല്ലോ ഞാൻ, കർത്താവെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേണ്ടവണ്ണം ഒരു സ്ഥാനം കൊടുക്കാതെ ഞാൻ എൻ്റെ വഴിയിലേക്ക് തന്നെ, എൻ്റെ സ്വന്തം വഴികളിലേക്ക് തന്നെ പോയത് എന്നുള്ളൊരു കാര്യമാണ്. അത് കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. നമ്മളെ ബാക്കിയുള്ളവരോടുള്ള ബന്ധത്തിലും നമ്മൾ വിചാരിക്കും നമ്മളങ്ങ് കൂടുതൽ ശാസിക്കുമ്പോഴും കൂടുതൽ അങ്ങ് വഴക്ക് പറഞ്ഞാൽ അങ്ങ് എല്ലാം ശരിയാവുമെന്ന്. നമ്മളുടെ ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിലാവട്ടെ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാവട്ടെ, ഇളയ സഹോദരങ്ങളുടെ ബന്ധത്തിലാവട്ടെ ഒക്കെ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ അവരത് കാണുമ്പോഴാണ്, ആ ഒരു സ്നേഹവും ദയൊക്കെ കാണുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ മാനസാന്തരത്തിലേക്ക് വരുന്നത്. സാക്ബർ പണ്ട് പറഞ്ഞ് പേറിന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഓർക്കുന്നുണ്ട്. അതായത് പേറിന് 4 ആൺമക്കളാണ് ഉള്ളത്. അപ്പം പേറിന്റെ 4 ആൺമക്കളിൽ ഒരാള് എന്ത് ചെയ്തു, ഒരു ദിവസം സ്കൂളിൽ പോവാന്ന് പറഞ്ഞ് പോയി. സ്കൂളിൽ പോവാന്ന് പറഞ്ഞിട്ട്, ക്ലാസ്സിൽ പോവാന്ന് പറഞ്ഞിട്ട് എന്തോ സ്പോർട്സ് മീറ്റിങ്ങിനാണ് പോയത്, കളിക്കാനും കണ്ട് അതിന്റെ എന്തോ കോമ്പറ്റീഷനും കണ്ടാ പോയത്. അപ്പം ബ്രദർ പറഞ്ഞ്, അവൻ എന്നോടൊക്കെ അത് ഇന്നവനാ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അനുവദിച്ചു, ഞാൻ അത്ര ക്രൂരനായ പിതാവൊന്നുമില്ല. എന്നാൽ അവൻ കള്ളം പറഞ്ഞ് അവൻ എന്ത് ചെയ്തു, അവര് എന്ത് സ്കൂളിൽ കണ്ട് പഠിക്കുന്നുള്ള സമയത്തിന്റെ കാര്യം പറയുന്നത്, ഇങ്ങനെ പോയി. എന്നിട്ട് ഈ സ്പോർട്സിന്റെ ആ ഈ ഡ്രസ്സൊക്കെ സ്കൂൾ ബാഗിനകത്ത് ഒളിച്ച് പത്ത് വെച്ചുകൊണ്ടായിരുന്നു പോയത്. എന്നിട്ട് തിരിച്ചു വന്ന് ബ്രദർ കണ്ടുപിടിച്ചെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ പുള്ളിക്കാരി ചെയ്യോ, നല്ല അടിയിൽ കിട്ടുമായിരിക്കും, നല്ല വഴക്കും കിട്ടുമായിരിക്കും, നല്ല ശാസന കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒരു റൂമിൽ പോയിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? പിതാവേ, എൻ്റെ മകന് എന്നോട് കള്ളം പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തക്കവണ്ണം കർത്താവേ അങ്ങനെ ഇടയായല്ലോ. അപ്പം ഞാൻ ഒരു പിതാവ് എന്ന നിലയിൽ ഞാൻ ആ കാര്യത്തിൽ ഒരു പരാജയമായല്ലോ. അപ്പം എന്നിൽ എന്ത് കുറവുണ്ടായതുകൊണ്ടാണ് എൻ്റെ മോന് എന്നോട് ഇങ്ങനൊരു കള്ളം പറഞ്ഞ് ഇങ്ങനൊരു കാര്യം ചെയ്യാനിടയായത്, അതെനിക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് വേറെ ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ശരി, ഓക്കെ എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ അതിനുശേഷം പിന്നെ ആ ഏത് മകനാന്ന് പേര് പറഞ്ഞിട്ടില്ല, നമുക്കറിയത്തില്ല. ഇനിവേ വൺ ഓഫ് ഹിസ് പേഴ്സൺസ്. അപ്പൊ ആ സഹോദരൻ പിന്നെ പറഞ്ഞത്, എന്നെ അച്ഛന് അതിനു മുമ്പ് ഒത്തിരി ശാസനയും അടിയൊക്കെ തന്നിട്ടുള്ളതിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും മാനസാന്തരത്തിലേക്ക് എന്നെ നയിച്ച അന്നത്തെ ആ ഒരു ദൈവത്തിന്റെ വാക്കുകളായിരുന്നു എന്നുള്ളൊരു കാര്യം ശരിയാണ്. ചില സമയത്ത് നമ്മൾ കർക്കശത്തോടെ ശാസ്ത്രീയ ശിക്ഷണവും കാര്യങ്ങളും എല്ലാം വേണമെന്ന്, ചില സമയത്ത് ദൈവത്തിന്റെ ജ്ഞാനത്തില് ചില കാര്യങ്ങളിലൊരു ദയവോടുള്ള ചില പെരുമാറ്റങ്ങൾ മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കും. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമ്മുടെ ബന്ധുക്കളായിരിക്കാം, നമ്മുടെ കീഴ് ജീവനക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടു സഹോദരങ്ങളായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു കരുണ, ദൈവത്തിന്റെ കരുണയാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അവിടെ യേശുവിന്റെ കരുണയെ നമ്മളവിടെ കാണുന്നത്. അത് നമ്മൾ തിരിച്ച് യോഹന്നാൻ 21 അധ്യായത്തിലേക്ക് വരുമ്പം ആ ഒരു ചാർക്കോൾ ഫയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തന്തൂരി മീനുണ്ടായിരുന്നു, തന്തൂരി ഫിഷും ബ്രെഡും ഉണ്ടായിരുന്നെന്ന് അവിടെ എഴുതിയേക്കുന്നില്ല. തീക്കനിലും അതിന്റെ കൂട്ടത്തിൽ 9-ാമത്തെ വാക്യത്തിൽ അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നത് അപ്പവും കണ്ടു. ആ ഒരു കർത്താവിന്റെ ആ തീക്കനൽ കർത്താവിന്റെ ഒരു സ്നേഹത്തിന്റെ തീക്കനലായിരുന്നു. ഇറ്റ് വാസ് എ ഫയർ ഓഫ് ഹിസ് ലവ്. ബാക്കിയുള്ള ആ പഴയ തീക്കനല് അത് ഒരു പരാജയത്തിന്റെ തീക്കനലായിരുന്നെങ്കിൽ ആ ഓർമ്മയെ മായ്ക്കത്തക്കവണ്ണം ഒരു വിജയത്തിന്റെ, ഒരു യഥാസ്ഥാനപ്പെടലിന്റെ ഒരു തീക്കനൽ കർത്താവ് ഒരുക്കി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില തരത്തിലുള്ള നമ്മളുടെ ചില നിന്ദകളും പരാജയത്തിന്റെ ചില ഓർമ്മകളെയൊക്കെ മായ്ക്കത്തക്കവണ്ണം കർത്താവ് നമുക്ക് ജയത്തിന്റെ ചില തീക്കനലുകളെ, യഥാസ്ഥാനപ്പെടലിന്റെ, റെസ്റ്റോറേഷന്റെ, യഥാസ്ഥാനപ്പെടൽ എന്ന് പറഞ്ഞാൽ പഴയ സ്ഥാനത്തേക്ക് വരുന്നതിന്റെ ചില തീക്കനലുകളെ കൂട്ടുന്നൊരു കർത്താവ് നമ്മുടെ ജീവിതത്തിലുള്ളതെന്നുള്ളൊരു കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് മനസ്സിലാവും. പല അവസരങ്ങളിലും നമുക്ക് അതുപോലുള്ള കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ജ്വാല, നമ്മൾ ഉത്തമഗീതത്തിലെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ജ്വാലയെ കുറിച്ച് വായിക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താ? ഉത്തമഗീതത്തിലേക്ക് പോവുകയാണെങ്കിൽ സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 8, ഉത്തമഗീത 8-ാം അധ്യായത്തിന്റെ ഉത്തമഗീത അവസാനത്തെ അധ്യായത്തിൽ കർത്താവിന്റെ സ്നേഹത്തിന്റെ ജ്വാലയെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ്. അവിടെ നമ്മൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും, മണവാട്ടിയോട് പറയുക, ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും. സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 8 വേഴ്സ് 6. പുട്ട് മീ ലൈക്ക് എ സീൽ ഓവർ യുവർ ഹാർട്ട്, ലൈക്ക് എ സീൽ ഓവർ യുവർ ആം. അതായത് നിന്റെ ഹൃദയത്തിന്മേലും ഭുജത്തിന്മേലും എന്ന് പറയുമ്പോൾ നിന്റെ ഇന്നർ ലൈഫിലും അകമയുള്ള ജീവിതത്തിലായാലും പുറമേയുള്ള ജീവിതത്തിലായാലും എന്നെ ഒരു മുദ്രയായിട്ട്, ഒരു
പഴയകാലത്തൊക്കെ സീലിന് ഒരു അഗ്നി അടയാളം മാതിരിയൊക്കെ അവര് അച്ചുകുത്തുന്നൊക്കെ പറയുന്നത് പോലെ അവിടെ കർത്താവിന്റെ ഒരു സ്നേഹത്തിന്റെ ജ്വാലയെക്കുറിച്ചുള്ളൊരു മുദ്രയെക്കുറിച്ച് പറയുന്നത്. മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. അത് കഴിഞ്ഞിട്ട് പറയുക, പ്രേമം, സ്നേഹം മരണം പോലെ ബലമുള്ളതും, പത്നീവ്രത ശങ്ക അല്ലെങ്കിൽ ജലസി, ആ ഒരു തീക്ഷ്ണത പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജ്വലനം, ആ ഒരു ദൈവത്തോടുള്ള സ്നേഹമാവട്ടെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ജ്വലന, അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ. ഇറ്റ്സ് ഫ്ലാഷസ് ആർ ദ ഫ്ലാഷസ് ഓഫ് ഫയർ, ദ വെരി ഫ്ലെയിം ഓഫ് ദ ലോർഡ്. യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്ന ആ ഒരു സ്നേഹത്തിന്റെ ജ്വാല, കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ജ്വാലയാകട്ടെ, ബാക്കിയുള്ളവരുള്ള സ്നേഹത്തിന്റെ ജ്വാലയാകട്ടെ, അത് യഥാർത്ഥത്തിൽ കർത്താവിന്റെ സ്നേഹത്തിന്റെ ജ്വാല എങ്ങനെയുള്ളതാണെന്നാ പറയുന്നേ. ഏറിയ വെള്ളങ്ങൾ ഈ സ്നേഹത്തേക്ക് എടുത്തുവാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. നദികൾ വന്ന് വീണിട്ടും ഒരു അഗ്നി, ഒരു തീയ്. ഉത്തമഗീതം 7:6-7 വാക്യങ്ങൾ, ഉത്തമഗീതം 8:6-7 വാക്യങ്ങൾ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ, സ്നേഹത്തേക്ക് എടുത്തുവാൻ പോരാ, നദികൾ വന്നും അതിനെ വലിയൊരു റിവേഴ്സ് വന്ന് വീഴുക. പക്ഷേ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷ്ഡ് ആവുന്നില്ല, ക്വെൻസ്ഡ് ആവുന്നില്ല, അത് തീർന്നു പോകുന്നില്ല. അതുപോലെയുള്ള വലിയ ഒരു അഗ്നി. അതാ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹവും അതുപോലുള്ളൊരു സ്നേഹമാണ് നമുക്ക് കർത്താവിനോടും വേണ്ടത് എന്നുള്ള കാര്യം അവിടെ പറയുന്നത്. അതാ നമ്മൾ വായിക്കുന്നത്, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. ഒരുത്തൻ തന്നെ ഗൃഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. അതുപോലൊരു സ്നേഹം. ബാക്കി എന്തെല്ലാം പ്രതികൂലങ്ങളോ, പിന്നെ ചിലരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രതികൂലം വരുമ്പോഴത്തേക്കും, അയ്യോ ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ടോ, അയ്യോ എനിക്ക് ദൈവത്തോടുള്ള സ്നേഹമൊക്കെ അങ്ങ് പോയി, അപ്പൊ ഇത്രയേ ഉള്ളായിരുന്നു സ്നേഹം, ചെറിയൊരു തിരുമാതിരി ഉള്ളായിരുന്നു. പക്ഷെ ഇതുപോലെയുള്ള സ്നേഹം, നദികൾ വന്ന് കവിഞ്ഞാൽ പോലും ഈ സ്നേഹം കെടുത്തിക്കളയാൻ പറ്റാത്ത ഒരു സ്നേഹം. ഏറിയ വെള്ളങ്ങള് ഈ സ്നേഹത്തെ കെടുത്തിക്കളയാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സ്നേഹം. അതാണ് കർത്താവിന് നമ്മളോടുള്ള സ്നേഹം. നമുക്കും അതുപോലെ ആ സ്നേഹത്തെ നമ്മൾ അറിയുന്തോറും, അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു എന്നെവിടാ പറയുന്നേ? 1 യോഹന്നാൻ 4:19 വി ലവ് ഹിം ബിക്കോസ് ഹി ഫസ്റ്റ് ലവ്ഡ് us. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. ആരാ നമ്മൾ? കർത്താവും നമ്മളോടുള്ള സ്നേഹം ആരാ ആദ്യം സ്നേഹിച്ചേ? കർത്താവാ സ്നേഹിച്ചേ. ജീസസ് ഫസ്റ്റ് ലവ്ഡ് us ഈവൻ ബിഫോർ യു ആർ ബോൺ ഇൻ യുവർ മദേഴ്സ് വൂം. നമ്മള് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ലോകസ്ഥാപനത്തിന് മുന്നമേ കർത്താവ് നമ്മളെ സ്നേഹിച്ച് തെരഞ്ഞെടുത്തു. അപ്പോൾ ആ കർത്താവിന്റെ വലിയ അളവില്ലാത്ത ഒരു സ്നേഹം, ആ സ്നേഹം അറിയുന്നതിന്റെ ആ ഒരു മെഷറില പരിശുദ്ധാത്മാവ് എനിക്കും ആ സ്നേഹം, കർത്താവിനോടുള്ള ഒരു സ്നേഹം, മറ്റുള്ളവരുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയ്ക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം എന്ന് നിറയ്ക്കുന്നത്. അതെവിടെ പറയുന്നേ? റോമർ 5:5 പറയുന്നുണ്ട് അല്ലേ? Romans 5:5 the love of God has been flooded in our hearts through the Holy Spirit who has been given to us. പരിശുദ്ധാത്മാവ് നമുക്കിപ്പോൾ അയ്യോ കർത്താവ് എനിക്ക് എനിക്ക് ഇതുപോലെ വലിയ സ്നേഹമൊന്നും ഇല്ലല്ലോ, വലിയ അഗ്നിയൊന്നും ഇല്ലല്ലോ, കർത്താവ് വലിയ തീക്കനലോടെ സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ തീക്കനലൊന്നും ഇല്ലല്ലോ, ഒരു മിന്നാമിനുങ്ങ് പോലും ഇല്ലല്ലോ എന്ന് തോന്നുമ്പം നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവെ, അവിടുന്ന് എന്നെ ആദ്യം സ്നേഹിച്ച ആ സ്നേഹത്തെ ഒന്ന് വെളിപ്പെടുത്തി ക്രൂശിലെ സ്നേഹത്തെ എനിക്ക് വെളിപ്പെടുത്തി ആ പരിശുദ്ധാത്മാവ് ആ സ്നേഹത്തെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തന്ന ആ സ്നേഹത്താൽ എന്നെ അങ്ങ് നിറയ്ക്കണം. അങ്ങനെ കർത്താവെ, അവിടുത്തെ സ്നേഹത്താൽ എന്നെ ദഹിപ്പിക്കണം. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ അശേഷം സ്നേഹം നൽകണം എന്നാണ് നാഗൽ സാഹിബ്, ജർമ്മനിയിൽ നിന്ന് വന്ന മിഷണറി ആയിട്ടുള്ള നാഗൽ സാഹിബ് മലയാളം പഠിച്ച് എഴുതിയ പാട്ടാ. യേശുവേ നിന്റെ സ്നേഹമേ, യേശുവേ നിന്റെ രൂപമേ, എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, സ്നേഹമാകുന്നത് നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ എങ്ങനെയാ ജീവിക്കുന്നേ? ആ സ്നേഹത്താൽ എന്നെ അങ്ങ് ദഹിപ്പിക്കണം, പിന്നെ അശേഷം ആ സ്നേഹത്താൽ ദഹിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പാടുന്നത്. അപ്പം അതുപോലെ നമ്മൾ ദഹിപ്പിക്കുന്ന ഒരു സ്നേഹം, അതുപോലെ ആ ഒരു ചാർക്കോൾ ഫയർ നമ്മുടെ ജീവിതത്തിലും കർത്താവ് അതുപോലൊരു എന്തെല്ലാം പ്രതികൂലങ്ങളും കാര്യങ്ങളൊക്കെ വന്നാലും കെടുത്തി കളയാൻ പറ്റാത്തൊരു സ്നേഹമാണ് കർത്താവിന് നമ്മളോടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പരാജയങ്ങൾ ഉണ്ടായിട്ട്, എന്തെല്ലാം വീഴ്ചകളും, എന്തെല്ലാം ബാക്ക് സ്ലൈഡിങ്, പിന്മാറ്റ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടും പിന്നെയും ജീസസ് നമ്മളെ സ്നേഹിച്ചില്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും, ഈ കർത്താവിനെ പരാതി പറഞ്ഞിട്ട് ഈ കർത്താവിന് എന്നോട് സ്നേഹമില്ല, എനിക്കിനി വചനമൊന്നും വായിക്കണ്ട, എനിക്കിനി മീറ്റിങ്ങിനൊന്നും പോകണ്ട, എനിക്ക് ഇത്രയൊക്കെ മതിയോ, ദൈവത്തെ മടുത്തു എന്ന് നമ്മൾ പറയുമ്പം നമുക്ക് ആ സ്നേഹം എന്താണെന്ന് അറിയത്തില്ല. സോ വി ലവ് ഹിം ബിക്കോസ് ഹി ഫസ്റ്റ് ലവ്. കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം ഒക്കെ നമ്മുടെ ദൈവസ്നേഹമേ അതിനുള്ള അകലം, ഉയരം, ആഴം അപ്രമേയമാണെന്നുള്ള കാര്യം അറിയുന്തോറുക കർത്താവിന്റെ സ്നേഹം നമ്മളുടെ ഹൃദയത്തിൽ നിറയും. അത് മാത്രമല്ല, അപ്പൊ ആ ഹൃദയത്തിൽ നിറഞ്ഞെന്ത് പറ്റും? നിറഞ്ഞു കവിയും. മറ്റുള്ളവരോട് നമ്മളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തില് ആ സ്നേഹം, ഒരുപക്ഷെ ഭാര്യ ചിലപ്പം നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ചില വാക്കുകളോ കാര്യങ്ങളോ ഒക്കെ പറയുന്നുണ്ടായിരിക്കും. ചിലപ്പം ഭർത്താവ് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും.
അതുപോലെയൊക്കെയുള്ള ചില സ്വരച്ചേർച്ചയില്ലായ്മകളും ഫ്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം വന്ന് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളതിന് ക്ഷമിക്കും. സാരമില്ല, ഞാൻ ദൈവത്തിന് എതിരായിട്ട് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ഭാര്യ ആവട്ടെ, ഭർത്താവട്ടെ, കുഞ്ഞുങ്ങളാവട്ടെ, അപ്പനമ്മമാരാവട്ടെ, അയൽവക്കത്തുകാരാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, എല്ലാവരോടും നമുക്കങ്ങ് ഈ കർത്താവിന്റെ സ്നേഹം വന്ന് നിറയുമ്പോൾ നമുക്കങ്ങ് ക്ഷമിക്കാൻ കഴിയും. കർത്താവ് അതുപോലെ കർത്താവ് ശിഷ്യന്മാരാ അവരെന്നെ ഇട്ടിട്ട് പോയിട്ടല്ലേ, ഇനിയിപ്പോൾ തിരിച്ചു വരട്ടെ, ഒരു പാഠം പഠിച്ച് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞിരുന്നു. കർത്താവ് അവരെ തേടി ചെല്ലുന്ന ആ പുനരുദ്ധാനം ചെയ്ത കർത്താവ് അവിടെ അതിരാവിലെ സമയത്ത് കർത്താവ് എന്തുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു? തന്തൂരി ഫിഷ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു, ബ്രെഡ് അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. അപ്പൊ കർത്താവ് തന്നെ ചെന്ന് മീനൊക്കെ പിടിച്ച് കാണുമായിരിക്കും ഈ ഫിഷിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവിടെ തന്തൂരി ഫിഷും ഒക്കെ ഉണ്ടാക്കി, ബ്രെഡൊക്കെ ഉണ്ടാക്കി അവർക്ക് വേണ്ടി, ആർക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു? ഈ ശിഷ്യന്മാർക്ക് വേണ്ടി തന്നെ, വിട്ടെറിഞ്ഞിട്ട് പോയ ശിഷ്യന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഇപ്പൊ ഇതിൽ നമ്മൾ എന്താ പഠിക്കണ്ടേ? നമുക്ക് കർത്താവിനോട് അതുപോലെ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ വരണം. കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവ്. അതുപോലെ നമ്മൾ സഹജീവികളോട്, നമ്മളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, നമ്മുടെ മക്കളോട്, അപ്പനന്മാരോട്, സഹോദരങ്ങളോടൊക്കെ നമുക്കും അതുപോലെ ക്ഷമിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. കർത്താവിന്റെ ആ ഒരു ഹൃദയം ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ അതിലൂടെയൊക്കെ നമ്മൾ പഠിക്കുന്നത്. അതാ നമ്മൾ അവിടെ ആ തീക്കനൽ, കർത്താവിന്റെ ആ തീക്കനൽ എന്നുള്ള വാക്ക്, ആ ചാർക്കോ ഫയർ എന്നുള്ളൊരു വാക്ക് നമ്മൾ മറക്കരുത്. അവർ കർത്താവിന്റെ സ്നേഹത്തിന്റെ തീ, അതൊരു സ്നേഹത്തിന്റെ തീയാണ്. ആദ്യ സ്നേഹത്തിന്റെ തീ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഒരു സ്നേഹത്തിന്റെ ഒരു തീയെ കർത്താവ് ഇട്ടിട്ടുണ്ട്. എന്നാൽ അത് നമ്മൾ ഊതി കത്തിക്കേണ്ടതായിട്ടുണ്ട്. തിമോത്തിയോസിന് ഈ സ്നേഹത്തിന്റെ തീയെ, ചില വരങ്ങളുടെ തീയൊക്കെ പൗലോസിന്റെ ശുശ്രൂഷയോടൊക്കെ ലഭിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ചാരമൊക്കെ മൂടിയിട്ട് അധികം വലിയതായിട്ട് കത്തുന്നില്ല. അപ്പം പൗലോസ് എന്താ പറയുന്നത്? 2 തിമോത്തിയോസിൽ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? 2 തിമോത്തിയോസിൽ ഇതെല്ലാം കൂടെ ഫാനിറ്റ് എഫ്ലെയിം എന്നാ പറയുന്നത്, അല്ലേ? ഇതെല്ലാം കൂടെ ഊതി കത്തിക്കണം. 2 തിമോത്തിയോസ് എന്ന് പറയുമ്പോൾ പൗലോസ് എഴുതിയ അവസാനത്തെ ലേഖനമാണ്. അവിടെ പൗലോസ് കാരാഗൃഹത്തിൽ എഴുതി, തന്റെ ജീവിതകാലം, തന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഇനിയിപ്പം ജീവന കിരീടമൊക്കെ എനിക്ക് വെച്ചിട്ടുണ്ട്, എന്റെ ശിഷ്യനായിട്ടുള്ള തിമോത്തിയോസിന് ഈ തീയൊന്നും പോരാ, കുറച്ചുകൂടെ അവന് ഇതെല്ലാം ഒന്ന് ആളി കത്തിക്കേണ്ടതായിട്ടുണ്ട്. ശരിയാണ്, അവന് ബാക്കിയുള്ളവരെ വീട്ടിച്ച് നല്ല തീയുണ്ട്, പക്ഷെ എങ്കിലും അതൊന്നും പോരാ. അതുകൊണ്ട് അവന് ആളി കത്തിക്കണം. അവന് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ലെന്നൊക്കെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ടാ 6-ാമത്തെ വാക്യത്തിൽ, 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അതുകൊണ്ട് എന്റെ കൈവയ്പിനാല്, പൗലോസിന്റെ ലേയിങ് ഓൺ ഓഫ് ഹിസ് ഹാൻഡ്സ്, നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ചില കൃപാവരങ്ങൾ ദൈവം നമുക്ക് ചില പരിശുദ്ധാത്മാവിന്റെ ചില കൃപാവരങ്ങള്, ചില ഗിഫ്റ്റ്സ്, നാച്ചുറൽ ആയിട്ടുള്ള ദൈവം നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ്സ്. ഇപ്പൊ നമുക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പാടാനുള്ള കഴിവോ, അല്ലെങ്കിൽ ഓർമ്മിക്കാനുള്ള കഴിവോ, സംസാരിക്കാനുള്ള കഴിവോ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് അപഗ്രഥിച്ച കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള അതുപോലെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും, അതുപോലെയൊക്കെ പല കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള തന്നിട്ടുള്ള ചില എബിലിറ്റീസ് ഉണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള ദൈവം തരുന്ന പ്രവചനപരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്ന കാര്യവും, അതുപോലെയൊക്കെയുള്ള കൃപാവരങ്ങൾ, സഭയെ ശുശ്രൂഷിക്കാനുള്ള ദൈവം തരുന്നുള്ള പല എനേബിളിങ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ നീ ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണ് തിമോത്തിയോസ്. എന്നാൽ നീ കുറച്ചൊരു ഭീരുത്വമായിട്ട്, കുറച്ച് ടിമത്തി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടിമിഡായിട്ടിരിക്കുന്ന പോലെ നീ അങ്ങനെ ഇരിക്കാതെ, അതിന്റെ പേരിൽ ഈ ഒരു TAM എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ടിമത്തി അങ്ങ് ടിമിഡായിട്ടിരിക്കാതെ നീ എന്ത് ചെയ്യണം? ജ്വാലയോടെ, വളരെ തേജസ്സോടെ, വളരെ ഉത്സാഹത്തോടെ നീ നിൽക്കണം. നിനക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ എത്ര ദൈവം തന്നിട്ടുള്ളത്. അതുകൊണ്ട് കൈവെപ്പിനാൽ നിന്റെ മേൽ ദൈവം നിനക്ക് കൃപാവരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. കിൻഡിൽ അഫ്രെഷ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നമുക്ക് ദൈവം തന്നിട്ടുള്ള ചില ദാനങ്ങളും കഴിവുകളും ഒക്കെ അത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കുഴിച്ചിടാം. കർത്താവ് വരുമ്പോൾ പിന്നെ കുഴി വെട്ടി മാന്തി അതുകൊണ്ട് കൊടുക്കാം, നല്ല വഴക്ക് കിട്ടുമെന്ന്. ഇല്ലേ? ആ താലന്തുകളുടെ ഉപമയിൽ ഒരാൾ കൊണ്ട് ആരും കാണാതെ കൊണ്ട് കുഴിച്ചിട്ട് പോകുന്നത്. കുഴിച്ചിട്ട് പറയുമ്പോൾ അവനത് മണ്ണി കുഴിച്ചിട്ട് അവൻ മണ്ണിന് വേണ്ടി ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അവൻ തനിക്ക് വേണ്ടി തന്നെ, തന്റെ ലോകത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, ഭൗമികമായ കാര്യത്തിന് വേണ്ടി ആണ് തന്റെ കഴിവുകളൊക്കെ ഉപയോഗിച്ചത്. തന്റെ പണമോ ആസ്തിയോ കാര്യങ്ങളോ എല്ലാം അവൻ ദൈവത്തിന് വേണ്ടി അത് ചെലവഴിക്കാതെ, നീ കഠിനാണെന്ന് വിചാരിച്ച് ഞാനത് കൊണ്ടുപോയി കുഴിച്ചിട്ടത്, നീ അത് വിതയ്ക്കകത്തെടുത്ത് കൊയ്യുന്ന അതുപോലെയൊക്കെയുള്ള ഹാർട്ട് ടാസ്ക് മാസ്റ്ററാണ്, നീ ഭയങ്കര കഠിന ഹൃദയനാന്നൊക്കെ വിചാരിച്ചപ്പം അവനോട് കർത്താവ് നല്ല ശാസിച്ച് അവനുള്ളത് ആ താലന്തും കൂടെ 10 താലന്തുള്ളയാക്കി എടുത്ത് കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ മത്തായി 25-ാം അധ്യായത്തിലൊക്കെ ആ ഉപമയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ദൈവം തന്നിട്ടുള്ള ചില കഴിവുകളും താലന്തുകളും ഒക്കെ നമുക്കത് സഭയ്ക്കായിട്ട്, മറ്റുള്ളവരോട് സുവിശേഷം പറയാനായിട്ട്, മറ്റുള്ളവർക്ക് കർത്താവിനെ പ്രസന്റ് ചെയ്യാനായിട്ട്, കർത്താവെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും കർത്താവെ എന്നിൽ
എന്താ നമുക്ക് ചിലപ്പം നമുക്ക് ഉള്ള നമ്മുടെ ഫ്രണ്ട്സിനോട് ചില കാര്യങ്ങൾ പറയുന്നതായിരിക്കും, ചില കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, ചില പാട്ടൊന്ന് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ക്ലയൻസിൽ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു ഫാമിലി അവര് ഡോക്ടറെ നിങ്ങളുടെ പാട്ടൊക്കെ കിട്ടും നന്നായിട്ടുണ്ട്. അപ്പൊ അപ്പൊ അവര് അക്രൈസ്തവമായിട്ടുള്ള കുടുംബത്തിലുള്ളവരാ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പൊ അത് കേട്ട് സന്തോഷമായിരുന്നു. അപ്പം എന്നിട്ട് പിന്നെ അവര് ഇങ്ങനെ പിന്നെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഡോക്ടർ ഞങ്ങളും ഒക്കെ പാടുമായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി, അപ്പൊ ആ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പാടുമായിരുന്നു എന്നുള്ള കാര്യവും, പിന്നെ അവര് എന്തോ പണ്ട് ചർച്ചിൽ പോയ കാര്യവും അങ്ങനെയൊക്കെ കാര്യമൊക്കെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ആണ് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് പറഞ്ഞ് അതൊരു ഒരു പാട്ടിലൂടെ കർത്താവിലേക്ക് എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ആൾക്കാർ എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് കർത്താവിന്റെ ആ ഒരു സുവിശേഷം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ വേറെ കുറച്ച് മെസ്സേജസ് ഒക്കെ അയച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അയച്ചു കൊടുക്കാൻ ഇടയാവുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ദൈവം എന്തെല്ലാം മുഖാന്തരങ്ങൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ അതൊരു കർത്താവെ എങ്ങനെങ്കിലും കർത്താവെ അവിടുത്തെ നാമം മുഹൂർത്തപ്പെടണം, എന്നെ മുഹൂർത്തപ്പെടുത്താനല്ല കർത്താവെ, അവിടുത്തെ നാമം മുഹൂർത്തപ്പെടുത്താനായിട്ട് ആൾക്കാരെ കർത്താവെ മറ്റുള്ളവർക്ക് ഇതാണ് സത്യസുവിശേഷം, ഇത് മാത്രമേ ഇതിലൂടെ രക്ഷയുള്ളൂ, അങ്ങയിലൂടെ രക്ഷയുള്ളൂ. യഥാർത്ഥത്തിൽ ഈവൻ സുവിശേഷം അറിയാവുന്നവരില്ല വിശ്വാസികളുടെ ഇടയിൽ പോലും എന്തെല്ലാം വഞ്ചനകളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ക്രിസ്തീയ ലോകത്ത് യഥാർത്ഥത്തിലുള്ള കർത്താവെ ക്രിസ്തു കേന്ദ്രിതമായിട്ടുള്ള ഒരു വചനം ഒക്കെ ഇന്നും പ്രഘോഷിക്കപ്പെടുന്നുണ്ടെന്നുള്ളൊരു കാര്യം കർത്താവെ എനിക്കത് മറ്റുള്ളവരിലേക്ക് ഈ മായമില്ലാത്ത ഒരു സത്യവചനം എത്തിക്കണം എന്നുള്ള ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ കൃപാവരങ്ങളെയൊക്കെ ജ്വലിപ്പിക്കണം. കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ അഗ്നി കാണുമ്പോൾ ഈ തീക്കനല് നമ്മള് തീക്കനല് കാണുമ്പോൾ ആ കർത്താവിന് തീക്കനലുണ്ട്, കർത്താവിന് എന്നോട് സ്നേഹത്തിന് തീക്കനലുണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് എന്റെ ദൈവം തന്നിട്ടുള്ള ചില കനൽത്തരികളുണ്ട്, അതെല്ലാം കൂടി ഞാൻ ജ്വലിപ്പിച്ച് കർത്താവിനായിട്ട് ഞാൻ ജ്വാലയോടെ, ഞാൻ തേജസ്സോടെ, ഞാൻ വലിയ ഊർജ്ജസ്വലതയോടെ ഐ ഷുഡ് ബി ഓൺ ഫയർ ഫോർ ദ ലോർഡ്. നീ എന്താ ശീതോഷ്ണവാനായി പോയിരിക്കുന്നു, ഇങ്ങനെ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പൊ എന്തായി പോയിരുന്നു, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലോ എന്നുള്ള അവസ്ഥയിലായി പോയിരിക്കുന്നു എന്ന് ആരെക്കുറിച്ചാ പറഞ്ഞേ? ലവോദീസ്യ സഭയുടെ മൂപ്പനായ സഹോദരനോട് പറയുക. വെളിപാട് പുസ്തകത്തിലേക്ക് നമുക്ക് പോവാം. അവിടെ ഐ വോണ്ട് യു ടു ബി ഹോട്ട്, ഐ വോണ്ട് യു ടു ബി ഓൺ ഫയർ ഫോർ ദ ലോർഡ് എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിന്റെ കാര്യത്തിലും കാര്യങ്ങളൊക്കെ ഒരു തണുത്ത് ഒരു മനപ്പോ ശരി, കുഴപ്പമില്ല, ഞാൻ ദൈവത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു കുറച്ചൊരു എന്താണ് പറയുന്നത്, ഒരു മീഡിയോക്രിറ്റി അല്ല നമുക്ക് വേണ്ടി. മീഡിയോക്രിറ്റി എന്ന് പറഞ്ഞൊരു എന്താണ് പറയുന്നത്, എക്സലന്റും അല്ല, അങ്ങ് പുവർ സോ ബാഡും അല്ല. അപ്പം എന്താണ് പറയുന്നത്, നമുക്ക് ഏറ്റവും ഫുൾ മാർക്ക്, ഏറ്റവും ഒരു തെറ്റും ഇല്ലെങ്കിൽ ടീച്ചർ എന്ത് കിട്ടും, എല്ലാം ഇട്ട് അതിന്റെ ഒരു സ്റ്റാറൊക്കെ ഇട്ടിട്ട് എക്സലന്റ് എന്ന് എഴുതും. അത് മറ്റേതാണെങ്കിൽ തീരെ പൂറും അല്ല, എക്സലന്റ്, ഇത് ആവറേജ്, അങ്ങനെയല്ല ഇങ്ങനെയല്ല, കുത്തുവരുത്തം കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങനെ തട്ടുമുട്ടും ഇല്ലാതെ അങ്ങ് പോവാം എന്നല്ല, മറിച്ച് കർത്താവ് എന്താ അവിടെ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന് 14 മുതൽ കർത്താവ് എന്താ വായിക്കുന്നത്? ഐ വിഷ് ദാറ്റ് യു വെ കോൾഡ് ഓർ ഹോട്ട്. 3-ാം അധ്യായം വെളിപാട് 3:15, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ, ശീതവാൻ എന്ന് പറഞ്ഞാൽ കോൾഡ് ആയിട്ട് ലോകത്തിന് പിന്നാലെ, ഔട്ട്റൈറ്റ് ആയിട്ട് ലോകത്തിന് പിന്നാലെ ആയിരുന്നെങ്കിൽ പിന്നെ നിനക്ക് മാനസാന്തരപ്പെടാൻ നീ അത് പാപിയാണെങ്കിലും മനസ്സിലാവും. ഇതിപ്പോ ഉഷ്ണവാനും അല്ല, നീ ഓൺ ഹോട്ട് ഫയർ ഫോർ ദ ലോർഡും അല്ല, ശീതവാനും അല്ല ഉഷ്ണവാനും അല്ല, ശീതോഷ്ണവാനായിട്ട് ഇങ്ങനെ 16-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ഇരിക്കും. അത് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ശീതോഷ്ണവാനായിട്ട് ഇങ്ങനെ അങ്ങ് തുടർന്ന് അവിടെ ഇല്ല ഇവിടെ ഇല്ല, ലോകത്തിലും ഇല്ല, കർത്താവിലും ഇല്ല, അവിടെ ഇവിടെയൊക്കെ ഒരു കാലപ്പുറത്ത് തേങ്ങ മാതിരി ഇരിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങ് തുപ്പിക്കളയും, ഞാൻ നിന്നെ ഉമ്മിണ്ട് കളയും എന്നൊക്കെ കർത്താവ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ ഐ വോണ്ട് ടു ബി സെലസ് ആൻഡ് റിപ്പന്റ്. 19-ാമത്തെ വാക്യത്തിൽ ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. സെലോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. ടു ബേൺ വിത്ത് സീൽ എന്ന് അതിന്റെ അർത്ഥം, ഡിസയർ ഏണസ്റ്റ്ലി. അതുപോലെ ഒരു മാനസാന്തരം വന്ന് കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ തീ കാണുമ്പം, കർത്താവെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു ചെറിയ തീയും കൊണ്ട് എനിക്ക് പോരാ, കർത്താവെ എന്നെ ആളി കത്തിക്കണമേ, അവിടുത്തെ സ്നേഹത്തിന്റെ തീയാൽ എന്നെ ആളി കത്തിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പല വചനഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു, ആ ഒരു സ്നേഹത്തിന്റെ തീയുടെ ഒരു ജ്വലനം നമ്മുടെ ജീവിതത്തിൽ. കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനെ കർത്താവെ ആ സ്നേഹത്തിന്റെ തീയാൽ എന്നെ ജ്വലിപ്പിക്കണമേ. കർത്താവ് നമ്മളെ തേടി വന്ന ആ ഒരു സ്നേഹം, ആ സ്നേഹത്തിന്റെ തീയാൽ എന്നെ ജ്വലിപ്പിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 10-ാമത്തെ വാക്യം തിരിച്ച് നമുക്ക് കറന്റ് ലൊക്കേഷൻ യോഹന്നാൻ 21:10 നമ്മൾ വരുവാണെങ്കിൽ, യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരും എന്ന് പറഞ്ഞു. കർത്താവിന് വേണമെങ്കിൽ ഞാൻ പിടിച്ച മീനൊക്കെ ഉണ്ട്, നിങ്ങൾ പിടിച്ച മീനോ അതൊക്കെ ഞാൻ എൻ്റെ കരുണയിൽ നിങ്ങൾ എന്തോ ഓസിന് പിടിച്ചുകൊണ്ട് വന്നതല്ലേ, അതൊന്നും വേണ്ട,
അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, ഞാൻ പിടിച്ച മീൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കർത്താവിന് വലിയ ആളാകാമായിരുന്നില്ലേ. പക്ഷെ കർത്താവ് അങ്ങനെ ചെയ്യുന്ന കാര്യമല്ല. നിങ്ങൾ പിടിച്ച മീനുണ്ടല്ലോ, ശരിയാണ്, ഞാനിവിടെ മീനും ബ്രെഡും ഒക്കെ തയ്യാറാക്കി തന്തൂരി ഫിഷൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ പിടിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ അഹങ്കരിക്കാനുണ്ട്. ഞങ്ങൾ പിടിച്ചു തന്നൊരു രാവന്തിയോളം ഒന്നും പിടിച്ചില്ല. ശരിക്കും കർത്താവ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ വലയിൽ നിന്ന് ഇറക്കി 153 വലിയ മീനെയൊക്കെ കിട്ടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പിടിച്ച മീനെന്ന് കർത്താവ് അവരെ അഭിനന്ദിച്ച് പറയുമ്പം തന്നെ കർത്താവിന്റെ ആ ഒരു അഭിനന്ദനവും ആ ഒരു സ്നേഹവും ഒക്കെ കരുണയൊക്കെ നമ്മളവിടെ കാണുന്നു. എന്ന അവര് അവരുടെ ആ ഒരു തകർച്ചയിലാണ് കർത്താവ് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവർക്കൊന്നും അഹങ്കരിക്കാനില്ല. ബ്രിങ് സം ഓഫ് ദ ഫിഷ് വിച്ച് യു ഹാവ് നൗ കോട്ട് എന്ന് പറയുന്ന ആ ഒരു കർത്താവിന്റെ ഒരു യോക്കിംഗ് റിലേഷൻഷിപ്പ് നമ്മളവിടെ കാണുന്നുണ്ട്. യോക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഫ്രം മീ, എൻ്റെ നുഖമെടുത്ത് എന്നോടുകൂടി പഠിക്കുവിൻ എന്ന കർത്താവ് മത്തായി 11:29 വായിക്കുന്നത്. വെച്ചാൽ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ കർത്താവുമായിട്ട് ചേർന്നുള്ളൊരു നടപ്പാണ്. അപ്പം കർത്താവ് ശരിയാണ്, കർത്താവ് തന്തൂരി ഫിഷൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, എങ്കിലും നമ്മളെ കൊണ്ട് തന്നെയും ചില കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് നമ്മളെയും കൂടെ അതിലൊരു പങ്കാളിയാക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയൊരു ടീപ്പോ ഇവിടുന്ന് അങ്ങോട്ട് അജ്ബർ അങ്ങോട്ട് പിടിച്ചിടാൻ പോകുമ്പോൾ യോഹാൻ പറയും ഞാനും കൂടെ സഹായിക്കാം എന്ന് പറയില്ലേ. ശരിക്കും പറഞ്ഞാൽ ബ്രദറിന് തന്നെ പിടിച്ചിടാവുന്നേ ഉള്ളായിരിക്കും, പക്ഷെ മോനും കൂടെ നീ ഒരു അറ്റത്ത് പിടിച്ചു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടിടുമ്പോൾ മോൻ ചെന്ന് അമ്മൂമ്മയുടെ എന്താ പറയാ, ഞാൻ കൊണ്ടുപോയി ടീപ്പ് പിടിച്ചിട്ട് അച്ഛനും എന്നെ ഒന്ന് സഹായിച്ചായിരുന്നു കേട്ടോ എന്ന് പറയുന്ന പോലെ. പക്ഷെ അപ്പൊ അതിലൊരു നീ എൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ശല്യമാണ്, നിന്റെ കാലും കൈയൊക്കെ തട്ടി ഞാൻ അങ്ങ് പിടിച്ചിടാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫെലോഷിപ്പ് ഇല്ല, അവിടെ ഒരു പങ്കാളിത്തം ഇല്ല. പങ്കാളിത്ത പെൻഷൻ എന്നൊക്കെ ഇപ്പൊ നമ്മുടെ സർക്കാർ പറയുന്നത്. ഇവിടെ ഒരു പങ്കാളിത്തം ഇല്ല. അപ്പൊ പങ്കാളിത്ത പെൻഷനൊന്നും നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ അത് വേറെ ചില അതിൻ്റെ ചില വേറെ വശങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു പങ്കാളിത്തം, ദൈവം നമ്മളുടെ ഒരു പങ്കാളിത്തം, ഒരു പാർട്ട്ണർഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. ശരി, കർത്താവിന് വേണമെങ്കിൽ എല്ലാം തന്നെ ചെയ്യായിരുന്നു. ലാസറസിനെ മരിച്ചവരിൽ നിന്ന് 4-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കർത്താവിന് ആ ശീലകളൊക്കെ അങ്ങ് അഴിച്ച് അവനെ അങ്ങ് വെറുതെ വിട്ടുകൂടെ? അതിന് വിടാനാണ് പാട്. പിന്നെ കല്ലുരുട്ടാൻ ഇത്രയൊക്കെ മരിച്ച ആൾ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന കർത്താവിന് കല്ലുരുട്ടാൻ ഏതാണ്ട് പാടുണ്ടായിരുന്നു. എന്നിട്ട് ആളെ കൊണ്ട് കല്ലുരുട്ടിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ കാനായിലെ കല്യാണത്തിന് അവിടെ വെള്ളം വീഞ്ഞാക്കുന്നതിന് മുമ്പ് അവിടെ വെറുതെ അങ്ങ് വീഞ്ഞ് ഉണ്ടാവട്ടെ എന്നങ്ങ് കർത്താവിനെ കൽപ്പിച്ചാൽ പോരായിരുന്നു. അവിടെ അത്രയും വലിയ വെൺകൽ ഭരണിയല്ല കൽഭരണികൾ, അത്രയും വലിയ ഗാലൻസ്, അത്രയും ലിറ്റേഴ്സ് ഒക്കെ ഇവരെ കൊണ്ട് അധ്വാനിച്ച് ഈ വെള്ളം നിറപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്. വെള്ളം ഉണ്ടാകട്ടെ വീഞ്ഞാകട്ടെ എന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ അതാണ് ചെയ്യാറുണ്ട്. പക്ഷെ he gives us the joy of participating with him in his work. എന്നുവെച്ചാൽ കർത്താവിന്റെ ചില പ്രവൃത്തിയിൽ കർത്താവിന് വേണമെങ്കിൽ സുവിശേഷ ലോകമെമ്പാടും അറിയിക്കണം എന്ന് കർത്താവിന് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് നടത്തിയ എല്ലാവർക്കും സുവിശേഷം എത്തത്തില്ലേ? നമ്മൾ ഈ പാടുപെട്ട് നമ്മുടെ കരയും കായലും ഒക്കെ കടന്ന് ഏതാണ്ട് എവിടേക്കൊക്കെ പോയി നമ്മൾ പാടുപെട്ട്, പക്ഷെ he wants to share with us the joy of partnering with him. ചില കാര്യങ്ങൾ നമ്മൾ ചേർന്ന് ചെയ്യുമ്പോൾ, ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ചേർന്ന് നമുക്ക് തന്നെ അങ്ങ് ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അവരോടും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ അവർക്ക് ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ ലേൺ ചെയ്യാനുണ്ടായിരിക്കും. അവരുടെ വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ കൂടെ ചെയ്യുമ്പോൾ അവരുടെ പേസിനൊത്ത് നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ അവിടെ ദിവസം ഫെലോഷിപ്പ് ദയർ എന്ന് പറഞ്ഞാൽ ഇപ്പം അതും സാക്ബേർ പറഞ്ഞിട്ടുള്ളൊരു പണ്ടത്തെ കുഞ്ഞുങ്ങള് കൊച്ചായിരുന്ന സമയത്ത് വേറും ഒരു മോനും കൂടെ സ്റ്റെപ്പ് കയറാൻ നോക്കുക. പെട്ടെന്ന് വേറിന് സ്റ്റെപ്പ് അങ്ങ് കയറി പോകണം തോന്നി പെട്ടെന്ന് കുഞ്ഞ് പതുക്കെ കയറി വരും. അപ്പോഴാണ് ഓൺലി ഇഫ് ഐ സ്ലോ ഡൗൺ ദർ ഇസ് ഫെലോഷിപ്പ്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എടുത്ത് കയറ്റി അങ്ങ് കാര്യം നടത്താം. പക്ഷെ എങ്കിലും ഐ വോണ്ട് ടു ഹാവ് മോർ ഫെലോഷിപ്പ് വിത്ത് ഹിം, ഐ വോണ്ട് ടു സ്ലോ ഡൗൺ മൈ പേസ്. അത് വേറൊരു ആത്മീയ അർത്ഥത്തിൽ പറയുന്ന എൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞപ്പോഴും ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തു എന്ന് പറയാം. പക്ഷെ ദൈവം നമ്മള് അതിൽ എല്ലാവരും കൂടെ ചേർന്ന് സൗരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമായിട്ടുള്ള കാര്യം എന്നൊക്കെ നമ്മൾ 133-ാം സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നത് പോലെ പല കാര്യങ്ങളിലും ദൈവം നമ്മളോടൊപ്പം ഉള്ള ആ ഒരു ഫെലോഷിപ്പും പാർട്ട്ണറിങ്ങും ആവശ്യമുണ്ട്. നിങ്ങൾ പിടിച്ച മീനും കൂടെ കൊണ്ടുപോവാ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ശബ്ദം. നമ്മൾ കർത്താവിനെ പോലെ ആയി തീരുമ്പോൾ എല്ലാം ഞാനങ്ങ് ഒറ്റയ്ക്ക് ചെയ്തു എനിക്കെല്ലാം ക്രെഡിറ്റും കൂടെ എടുക്കണം എന്നുള്ളതല്ല. ചിലപ്പോൾ ബാക്കിയുള്ള സൗകര്യങ്ങൾ അവർക്കും കൂടെ ചെയ്യാൻ ചിലപ്പോൾ അവർക്കൊരു അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കും. അവസരം കിട്ടി അവർ നമ്മളെക്കാട്ട് നന്നായിട്ട് ചെയ്യുമായിരിക്കും. അപ്പം അങ്ങനെ ബാക്കിയുള്ളവരോടും കൂടെ അവർക്കും കൂടെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതും ബാക്കി പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു കർത്താവിൻ്റെ ഒരു പാർട്ട്ണറിങ്, ആ ഒരു ഹൗ ഹി ബിൽഡ്സ് എ ഫെലോഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിലാവട്ടെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലാവട്ടെ,
വേറെ പല കാര്യങ്ങളിലൊക്കെ ദൈവം നമുക്ക് ഒരു ഹെൽപ്പറിനെ തന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ഹെൽപ്പിനായിട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നതിൽ എന്താ അർത്ഥം? നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടെ അതിനുവേണ്ടി നമ്മളൊരു ഹെൽപ്പർ ആയിട്ടുള്ള ഒരാളെ നമ്മൾ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ദൈവം നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ മാൻ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ മാൻ ടു ബി അലോൺ, ഐ വിൽ ഗിവ് ഹിം എ സ്യൂട്ടബിൾ ഹെൽപ്പർ. പുരുഷന് ഒറ്റയായിട്ടിരിക്കുന്നത്, ഏകനായിട്ടിരിക്കുന്നത് നല്ലതല്ല, അവന് ഞാനൊരു തക്ക തുണയെ ഒരുക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലാണ് കർത്താവ് പറയുന്നത്. അപ്പം ഹെൽപ്പറിനെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഹെൽപ്പറിനെ എവിടെ മൂലയ്ക്ക് ഇട്ടിട്ട് നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനിതെല്ലാം ചെയ്തു എന്ന് പറയുന്ന കർത്താവ് യു ഹാവ് ഇൻ ഫുൾഫിൽ മൈ പർപ്പസസ്. ഐ ഗേവ് യു ഹെൽപ്പ്. വൈ ഡിഡ് ഐ ഗിവ് യു ഹെൽപ്പ്? ഞാൻ എനിക്കൊരു ഭാര്യയുടെ കാര്യത്തിലാവട്ടെ, ഭർത്താവിന്റെ കാര്യത്തിലാവട്ടെ, ഓരോ കാര്യത്തിലും നമ്മൾ യോജിച്ച് ഓരോ കാര്യത്തിലും യോജിച്ച് ഒരു ഫെലോഷിപ്പോടുകൂടെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും അപ്പനമ്മ എല്ലാവരോടും ഒക്കെ ഉള്ള ഒരു ഫെലോഷിപ്പിലെ കാര്യങ്ങൾ പോകുമ്പം അതിൻ്റെതായ ഒരു മാധുര്യവും അതിൻ്റെതായ ഒരു മനോഹാരിതയും ഉണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഈ തന്നെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ തന്നെ ബേൺഡ് ഔട്ട് ആയി പോകുന്നത്. നമ്മൾ തന്നെ ദൈവം ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ആ ഒരു ക്ഷീണത്തിലേക്കും കാര്യങ്ങളിലേക്ക് പോകുന്നത്. ദൈവം നമുക്ക് തക്ക തുണയെ തന്നിരിക്കുന്നു. ദൈവം നമുക്ക് സഹായത്തിനുള്ള കൂട്ടു സഹോദരങ്ങളെ തന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കർത്താവിനെ ഗെത്സമനെ തോട്ടത്തിൽ ഒറ്റയ്ക്ക് പോയെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നല്ലോ. ഈ ഉറക്കം തൂങ്ങിയിരിക്കുന്ന പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെ വലിച്ചെടുത്തുകൊണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ട്? എന്നാലും കർത്താവ് അവരെയും കൂടെ വലിച്ചെടുത്തുകൊണ്ട് പോയി. എന്തിന്? കർത്താവിന് അവരുമായിട്ടുള്ള അവരുടെ ഒരു ഫെലോഷിപ്പ് വേണമായിരുന്നു. അവരെ കർത്താവ് വാല്യൂ ചെയ്തു. അവർക്കും കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് അതീവ വ്യത അനുഭവിച്ചതൊക്കെ അവരും കാണട്ടെ. അവരും കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴവും ആ പ്രയാസത്തിന് ആഴമൊക്കെ അവരും അറിയട്ടെ. രക്തത്തുള്ളികൾ വേർപ്പ് രക്തത്തുള്ളിയായിട്ട് വരുന്നത് പിന്നെ എങ്ങനെ അറിയുമായിരുന്നു? ലൂക്കോസ് 22:44 എഴുതി വെക്കും. അപ്പൊ ശിഷ്യന്മാരും കൂടെ കർത്താവ് വിളിച്ചുകൊണ്ട് പോയോണ്ടല്ലേ പറ്റിയത് എന്ന് പറഞ്ഞതുപോലെ ഓരോ കാര്യത്തിലും ബാക്കിയുള്ള സൗരങ്ങളുടെ കൂട്ടായ്മയും അവരുടെ പങ്കിനെയും കാര്യങ്ങളെയൊക്കെ വിലമതിക്കുന്ന ആ ഒരു കർത്താവിന്റെ ഒരു സ്നേഹത്തെ നമ്മളവിടെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഞാൻ പിന്നെ നമ്മൾ താഴോട്ട് 11-ാമത്തെ വാക്യം മുതൽ വരെയും പല കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. 153 വലിയ മീനിന്റെ കാര്യവും മല കീറിയില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ താഴോട്ട് 11-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നുണ്ട്. ഞാനിവിടെ ബേസിക്കലി നമ്മൾ 10-ാമത്തെ വാക്യം വരെയാ നമ്മളൊരു 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ കണ്ടു. കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ആഴം, കർത്താവ് തോമസിന് പ്രത്യക്ഷപ്പെട്ട കാര്യവും, ചതഞ്ഞ ഓട ഒടിച്ച് കളയാത്ത കാര്യവും, പുകയ നദി കെടുത്തി കളയാത്ത കാര്യവും, പിന്നെ നമ്മളുടെ ആ ഒരു സ്വയശക്തിയുടെ നെല്ലിപ്പലകയിൽ എത്തുമ്പോഴാണ് കർത്താവിന് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റുന്ന എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ എല്ലായിടത്തും കർത്താവിനെ കാണണം. കർത്താവിന്റെ ഉത്തരം ഇല്ലാത്ത സമയത്തും കർത്താവിന്റെ ഉത്തരവുള്ള സമയത്ത് ഇറ്റ് ഇസ് ദ ലോർഡ്, ഇത് കർത്താവാകുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രകാശനത്തിലേക്ക് നമ്മൾ വരണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. പത്രോസിനെ തേടി വരുന്ന കർത്താവിന്റെ സ്നേഹത്തെ കണ്ടു. സ്നേഹമാണ്, ദൈവമാണ് മനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടു. പത്രോസിന്റെ ആ തീക്ഷ്ണത നമ്മൾ കണ്ടു. മറ്റാരെക്കാളിലും കർത്താവിനോടൊപ്പം ഒരു സമയം ചെലവഴിക്കണം എന്നുള്ള ആ ഒരു കുറച്ച് സമയം, ബാക്കി ശിഷ്യന്മാർ വരുന്നതിന് മുമ്പായിട്ട് പത്രോസിന് കർത്താവിനോടൊപ്പം മേ ബി ഒരു ഫ്യൂ മിനിറ്റ്സേ കിട്ടി കാണത്തുള്ളൂ. അവർ 153 മീനൊക്കെ എണ്ണി എല്ലാം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് സമയമായി, കുറച്ച് മിനിറ്റുകൾ കിട്ടിയെന്ന ആ സമയം കർത്താവിനോടൊപ്പം ഉള്ള ആ ഒരു സമയം, ആ ഒരു ഫെലോഷിപ്പ് പത്രോസിന്റെ ജീവിതത്തെ അധികം മാറ്റിമറിച്ചു. പിന്നെ ഒരു ചാർക്കോൾ ഫയറിന്റെ കാര്യം നമ്മൾ കണ്ടു. നമ്മളുടെ പരാജയത്തിന്റെ മേഖലകളിൽ വിജയത്തിന്റെ ഒരു യഥാസ്ഥാനപ്പെടുത്തലിന്റെ ഒരു അഗ്നിയെ എരിയിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ ആ സ്നേഹത്തെ കണ്ട് നമ്മുടെ ജീവിതത്തിലും ഉള്ള സ്നേഹം കർത്താവ് വർദ്ധിപ്പിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് വേണം. നമ്മളുടെ ദൈവം തന്നിട്ടുള്ള കൃപാവരങ്ങളെ നമ്മൾ ജ്വലിപ്പിക്കണം. നമ്മളുടെ ജീവിതത്തിലും ആ ഒരു ശീതവാനോ അല്ലെങ്കിൽ ശീതോഷ്ണവാനോ ആകാതെ നമ്മൾ ഉഷ്ണവാനായിരിക്കണം. എന്ന് വെച്ചാൽ കർത്താവിന് വേണ്ടി എരിയുന്ന ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വേണം. പിന്നെന്താ, കർത്താവ് നമ്മളോടുള്ള പങ്കാളിത്തം, നമ്മളുടെ പാർട്ട്ണർഷിപ്പ്, കർത്താവിന് തന്റെ വേല വേണമെങ്കിൽ കർത്താവിന് നമ്മുടെ ആരുടെയും സഹായം ഇല്ലാതെ ചെയ്യുക. എന്നാൽ നമുക്ക് തന്നോടുകൂടെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സന്തോഷം കർത്താവിന് തരണം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഫെലോഷിപ്പിനായിട്ട് വിളിക്കുന്നു. നമ്മളും ബാക്കിയുള്ളവരോട്, നമ്മളുടെ കൂടെയുള്ളവരോട്, നമ്മുടെ ഇപ്പം വലിയൊരു സീനിയർ സർജന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് സർജറി ഒക്കെ ചെയ്ത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. പക്ഷെ ഇന്റേൺസിനും കൂടെ ഒരു കൈ തരൂല്ലേ? നല്ല പ്രൊഫസർമാരാണെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും കൂടെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് തരുമ്പോഴാണ് ചിലപ്പോൾ അപ്പോൾ സർജറി കുറച്ചുകൂടെ ഡിലേ ആവുമായിരിക്കും. പക്ഷെ എങ്കിലും ഇതിനുള്ള ഇത് സ്റ്റുഡൻസ് വിൽ ലേൺ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇതെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവിടെ ആ ഒരു പാർട്ട്ണറിങ്, ആ ഒരു ഫെലോഷിപ്പില്ല കാര്യങ്ങളിൽ നടക്കുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരോട് ഫെലോഷിപ്പും അവരുടെ പങ്കും അവരുടെ പങ്കാളിത്തം ഒക്കെ
നമ്മളും വാല്യൂ ചെയ്യണം എന്നൊക്കെയുള്ള പല പല കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. നമ്മെ തന്നെ കർത്താവിൻ്റെ മുമ്പാകെ, ആ സ്നേഹത്തിൻ്റെ ജ്വാലയ്ക്ക് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിന് തീക്കനല് ഇന്ന് നമ്മയും ദഹിപ്പിക്കുവാൻ ആ തീയ് മതിയായതാണ്. കർത്താവിൻ്റെ സ്നേഹം, ഹു ക്യാൻ ഡ്വെൽ വിത്ത് കണ്ടിന്യൂവൽ ബേണിംഗ്, നിരന്തരമായ ദഹനത്തിൻ്റെ കൂടെ ആർക്ക് വസിക്കുവാൻ സാധിക്കുന്ന യെശയ്യാവ് പ്രവാചക ശബ്ദത്തിൽ ചോദിച്ചതുപോലെ കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ജ്വാല, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ആ വലുതും ചെറുതുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, എല്ലാത്തിലുപരി ആ ക്രൂശിൽ പിതാവിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ, ക്രോധത്തിൻ്റെ ആ തീയിൽ, ക്രോധത്തിൻ്റെ ആ ജ്വാലയിൽ നമുക്കായിട്ട് എരിഞ്ഞടങ്ങി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ആ സ്നേഹത്തിൻ്റെ ജ്വാലയുമായിട്ട്, തീക്കനലുമായിട്ട്, അപ്പവും ചുട്ടമീനുമായിട്ട് കർത്താവ് നമ്മളെ കാത്തിരിക്കുന്നു. നാം തിരിച്ചു വരുന്നതിനായിട്ട്, നാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനായിട്ട് കർത്താവ് നമ്മളോടൊപ്പം ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ്, നമ്മളോടൊപ്പം ഉള്ളൊരു പങ്കാളിത്തം ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. എല്ലാം നമ്മളോടൊപ്പം ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും കർത്താവിന് നമ്മളോടൊപ്പം ഉള്ളൊരു കൂട്ടായ്മയിലെ കാര്യങ്ങളെല്ലാം നമ്മളിലൂടെ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പിടിച്ചതും കൂടെ കൊണ്ടുപോകാൻ എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ സ്നേഹം, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവിൻ്റെ സ്നേഹം, പുകയുന്ന അവസ്ഥയിലും കർത്താവ് നമ്മളെ കൈവിടാത്ത ഒരു കർത്താവ്, അത് വീണ്ടും കത്തിജ്വലിപ്പിക്കുന്ന കർത്താവിൻ്റെ ഒരു സ്നേഹം നമുക്ക് നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ചതഞ്ഞ ഏതൊരവസ്ഥയിലും നമ്മളെ ഓർക്കുന്ന, ഹിസ് മൈൻഡ്ഫുൾ ഓഫ് മീ, ഹിസ് റൈറ്റ് നൗ ഹിസ് തിങ്കിങ് അബൌട്ട് മീ എന്ന് നമ്മുടെ 40-ാം സങ്കീർത്തനത്തിൽ അവസാനം വായിച്ചതുപോലെ എപ്പോഴും കടൽത്തീരത്തെ മണത്തിരയിലേക്കാളിൽ അസംഖ്യമായിട്ട് എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കർത്താവ്. യേശു കർത്താവ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. കർത്താവ് ഇപ്പോൾ എന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സകല പ്രപഞ്ചത്തിൻ്റെയും നായകൻ, സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്നെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്ത് വലിയ പുള്ളിയാ എന്ന കർത്താവ് എന്നെ ഓർക്കുന്നു. കർത്താവ് ഞാൻ പൊടിയെന്ന് കർത്താവ് ഓർക്കുന്നു. ഇത്രയധികം വലിയ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ തീജ്വാലയിലേക്ക് നമ്മെ തന്നെ ഇട്ടുകൊടുക്കാം. കർത്താവിനെയും ആ സ്നേഹത്തിൽ ജ്വലിപ്പിക്കണം. ഞങ്ങൾ കർത്താവെ ശീതോഷ്ണനുമായിട്ട് ഞാൻ ഇരുന്നത് മതി കർത്താവെ, അവിടുത്തെ കർത്താവെ ആ സ്നേഹത്തിൻ്റെ ജ്വാലയാൽ എന്നെ ജ്വലിപ്പിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി കർത്താവെ, ഒരു സീറോ ആയിട്ട് കർത്താവെ എന്നെ തകർക്കാനായിട്ടാണല്ലോ കർത്താവെ അവിടുന്ന് ഓരോ സാഹചര്യങ്ങളും, പല സമ്മർദ്ദങ്ങളും, പല രോഗങ്ങളും, പല അവസ്ഥകളും, പല പ്രതിസന്ധികളും, പല ഞെരുക്കങ്ങളും എല്ലാം കർത്താവെ, പല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഒക്കെ കർത്താവെ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയത് കർത്താവെ, ഞാൻ ഈ തകർച്ചയിലേക്ക് വന്ന്, ആ സ്വയത്തിൻ്റെ നുറുക്കത്തിലേക്ക് വന്ന് അങ്ങയെ കാണുവാനും കർത്താവെ അങ്ങോട്ട് യഥാസ്ഥാനപ്പെടുവാനും ഈ സ്നേഹത്തിന് തീക്കനൽ കാണാൻ വേണ്ടിയാണല്ലോ കർത്താവെ അവിടുന്ന് എന്നെ തകർച്ചയുടെ ആ നുറുക്കത്തിലേക്ക് കർത്താവെ എന്നെ നയിച്ചത്. നമുക്ക് നമ്മെ തന്നെ കർത്താവെ ആ തകർന്നവനായിട്ട് കർത്താവെ, ഞാൻ സീറോ, ഞാനൊരു വട്ടപൂജ്യം, ഞാനൊരു പൂജ്യമാണ് കർത്താവെ, ഞാനൊന്നുമല്ല കർത്താവെ, അവിടുന്ന് എന്നെ ഓർക്കുന്നുവല്ലോ, അവിടുന്ന് തീക്കനലുമായിട്ട് അപ്പവും മീനുമായിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിൻ്റെ മാർവിലേക്ക് ഓടിയാണ് അവിടുത്തെ രക്തത്താൽ കഴുകപ്പെടാം, സ്നേഹത്താൽ നിറയപ്പെടാം, ഒരു തികഞ്ഞ ആദ്യ സ്നേഹത്തോടെ, വർദ്ധിക്കുന്ന ഒരു ആദ്യ സ്നേഹത്തോടെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ. കർത്താവെ, എനിക്കായിട്ടല്ല, നീ അങ്ങേക്കായിട്ട് ഞാൻ ജീവിക്കാനായിട്ട് എൻ്റെ ജീവിതത്തെ ഫ്രഷായിട്ട് ഒന്നുകൂടെ ഞാൻ ഏൽപ്പിക്കുന്ന കർത്താവെ. ഞാൻ പലതവണ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കർത്താവെ, ഇന്ന് ഞാൻ കർത്താവെ അവിടുത്തെ വചനത്തിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടെ കർത്താവെ, അവിടുത്തെ സ്നേഹത്തിന് യഥാസ്ഥാനപ്പെടുത്തുന്ന വചനത്തിന് മുമ്പായിട്ട്, ആ തീക്കനലിൻ്റെ സ്നേഹത്തിന് മുമ്പാകെ ഞാൻ ഒരിക്കൽ കൂടെ എന്നെ തന്നെ അവിടത്തേക്ക് ഇൻട്രസ്റ്റ് ചെയ്യുന്നു. ഞാൻ കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ ആ ഡ്രൈവിംഗ് സീറ്റ് ഞാൻ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. ആ ചാവി അവിടുന്ന് തന്നെ എന്നെ നിയന്ത്രിച്ചാട്ടെ, അവിടുന്ന് തന്നെ ഡ്രൈവ് ചെയ്താട്ടെ, ഞാൻ കൂടെ ഇരുന്നോളാം കർത്താവെ. അവിടുത്തെ പങ്കാളിയായിട്ട്, അവിടുത്തെ ഒരു പാർട്ട്ണറായിട്ട് കർത്താവെ, അവിടുത്തെ നുകം എടുത്തുകൊണ്ട് ഞാനും കർത്താവെ അവിടുത്തെ കൂടെ വരാം. അവിടുന്ന് തന്നെ എന്നെ മുന്നേ നയിക്കണം കർത്താവെ. അവിടുന്ന് നയിക്കാത്ത ഒരു പാതയിലും കർത്താവെ എനിക്ക് പോകണ്ട കർത്താവ്. ഒരു ചിന്തയും, അങ്ങനെയുള്ള ഒരു ചിന്തയും എനിക്ക് വേണ്ട, അങ്ങനെയുള്ള ഒരു പ്രവൃത്തികളോ വാക്കുകളോ എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഞാൻ എൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് ഒരിക്കൽ കൂടെ കർത്താവെ സമ്പൂർണ്ണമായിട്ട് ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു നമുക്ക് പറയാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും കർത്താവെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ വ്യക്തിപരമായിട്ട് കർത്താവെ അവിടുന്ന് ഞങ്ങളെ അറിയുന്നുവല്ലോ, അവിടുത്തെ സ്നേഹത്തിന് ജ്വാലയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് മതി കർത്താവെ, ഞങ്ങളതെല്ലാം ഏറ്റുപറയുന്നു. ഞങ്ങളുടെ സ്വയജീവന്റെ, ഞങ്ങളുടെ പാപത്തിന്റെ പ്രവൃത്തികളെല്ലാം, ഞങ്ങളുടെ കർത്താവെ ആ ഒരു സ്വയത്തിൻ്റെതായിട്ടുള്ള ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും മനോഭാവങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും എല്ലാം കർത്താവ്, അതെല്ലാം കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ തീയിൽ അതെല്ലാം വെന്തിരിഞ്ഞു പോകട്ടെ. മരവും പുല്ലും വൈക്കോലും എല്ലാം വെന്തിരിഞ്ഞു പോകട്ടെ കർത്താവെ. വിലയേറിയ കല്ലുകളും പുന്നും വെള്ളിയും മാത്രം അവശേഷിക്കട്ടെ. അവിടുത്തെ സ്നേഹത്താൽ അവിടുന്ന് എല്ലാം ഉരുവാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു
കർത്താവ് ഒരു നാളിൽ അവിടുത്തെ മുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തിന് കണക്ക് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോൾ അന്ന് ലജ്ജിച്ചു പോകാൻ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണ തോന്നണമേ, അവിടുത്തെ ദയ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ കർത്താവെ. കർത്താവെ നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് പത്രോസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചല്ലോ, അവിടുത്തെ ആ സ്നേഹത്തിന്റെ തീക്കനൽ കാട്ടി കർത്താവ് ഞങ്ങൾക്ക് ആഴത്തിലുള്ള ഒരു മാനസാന്തരം തന്നാട്ടെ. ഞങ്ങൾ എത്രയോ തവണ അവിടുന്ന് അങ്ങേ അറിഞ്ഞും അറിയാതെ തള്ളി പറഞ്ഞിട്ടുണ്ട് കർത്താവെ. ഞങ്ങളെല്ലാം ഏറ്റുപറയുന്നു അവിടുത്തെ സ്നേഹത്താൽ, അത് രക്തത്താൽ ഞങ്ങളെ കഴുകണം, സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവെ. ഫിൽ us with your Holy Spirit, Lord. കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ നിറവിൽ നിന്ന് കർത്താവെ ഇന്ന് തിരിച്ചു പോകാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി, അവിടുന്ന് ഞങ്ങളെ നിറച്ചതിനായിട്ട് നന്ദി, അവിടുത്തെ സ്നേഹത്തിനാൽ നിറച്ചതിനായിട്ട് നന്ദി കർത്താവെ. കർത്താവെ പുതിയ പ്രത്യാശയോടെ ഞങ്ങൾ തിരിഞ്ഞു മടങ്ങി പോകട്ടെ, അങ്ങേക്കായിട്ട് പൂർണ്ണതയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചിട്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെ എസ്പെഷ്യലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചായിട്ട് സഹായിച്ചായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തിയായിട്ട്. നന്ദി കർത്താവെ, നന്ദി.